പ്രിയ, മൃദുല, അതായിരുന്നു അവളുടെ പേര്. എന്റെ ആദ്യ ഭാര്യ. എന്റെ ജീവനായിരുന്നു അവള്. ഞാൻ അവളെ ഒത്തിരി സ്നേഹിച്ചിരുന്നു. അവളും എന്നെ അങ്ങനെ സ്നേഹിച്ചിരുന്നു എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ എനിക്ക് തെറ്റിപ്പോയി. അവൾ എന്നോട് ചെയ്തത്... നീരജ് ഒരു നിമിഷം നിർത്തി. അവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങിയിരുന്നു. അവൻ ജനലിലൂടെ പുറത്തേക്ക് നോക്കി. പുറത്ത് അപ്പോൾ മഴ ഒന്നുകൂടി ശക്തിയിൽ പെയ്യാൻ തുടങ്ങിയിരുന്നു. ആ മഴയ്ക്ക് അനുസരിച്ച് അവന്റെ ഹൃദയമിടിപ്പും വർദ്ധിച്ചു. നീരജ് ഒന്ന് നിർത്തി ഒരു ദീർഘശ്വാസം എടുത്തു. പുറത്ത് പെയ്യുന്ന മഴയുടെ ശബ്ദം അവന്റെ ഉള്ളിലെ ഓർമ്മകളുടെ ഇരമ്പലിൽ ഇല്ലാതാവുകയായിരുന്നു. അവൻ പുറത്തേക്ക് തന്നെ നോക്കിക്കൊണ്ട് പ്രിയയെ ഒന്നുകൂടി ചേർത്ത് പിടിച്ചു പറയാൻ തുടങ്ങി. മൃദുല, 5 വർഷത്തെ പ്രണയമായിരുന്നു ഞങ്ങളുടേത്. പിരിയാൻ പറ്റാത്ത വിധം പരസ്പരം അത്രമേൽ ഇഷ്ടം. അത് പറയുമ്പോൾ അവന്റെ ചുണ്ടിലൊരു പുച്ഛം നിറഞ്ഞു വന്നു. അത് പ്രിയ വ്യക്തമായി കണ്ടു. എങ്കിലും പ്രിയയ്ക്കും ആകെ എന്തോ പോലെ ആകുന്നുണ്ടായിരുന്നു. അവന്റെ പണ്ടത്തെ ഇഷ്ടമാണ് അവൻ പറയാൻ പോകുന്നത്. അവന്റെ കാമുകി, ഭാര്യ. പക്ഷേ ഇനി അവനെ മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കുന്നത് പോയിട്ട് അവൻ വേറൊരാളെക്കുറിച്ച് ചിന്തിക്കുന്നത് പോലും അവൾക്ക് സഹിക്കാൻ പറ്റില്ലായിരുന്നു. അവൾ അവനിലേക്ക് ഒന്നുകൂടി ചേർന്നിരുന്നു. അതറിഞ്ഞതുപോലെ അവന്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു. അവൻ ആ ചിരിയോടെ തന്നെ അവളെ തന്നിലേക്ക് ചേർത്തു പിടിച്ചു. അവളുടെ വീട്ടിൽ മുറച്ചെറുക്കനുമായി കല്യാണം ഉറപ്പിച്ചപ്പോൾ അവളാണ് എങ്ങോട്ടേലും ഒളിച്ചോടാമെന്നും പറഞ്ഞ് എന്നെ നിർബന്ധിച്ചത്. അവളെ എനിക്ക് ജീവനായിരുന്നു. അവളെ മറന്ന് എനിക്ക് വേറൊരു ജീവിതവുമില്ലായിരുന്നു. പക്ഷേ അവളെയും കൊണ്ട് എങ്ങോട്ടേലും പോകുന്നതിനു മുൻപ് അവളുടെ വീട്ടിൽ ചെന്ന് മാന്യമായി അവളെ പെണ്ണ് ചോദിക്കണം എന്നുണ്ടായിരുന്നു. എല്ലാം അറിഞ്ഞിട്ടും അവർ എതിര് നിൽക്കുകയാണെങ്കിൽ പിന്നെ അവളെ കൂട്ടിക്കൊണ്ടുവരുന്നതിൽ പിന്നെ കുറ്റബോധം തോന്നേണ്ട കാര്യമില്ലല്ലോ. ഞാൻ അവളുടെ വീട്ടിൽ ചെന്ന് പെണ്ണ് ചോദിച്ചു. അന്ന് എനിക്ക് ഇതുപോലെ ഈ ബിസിനസ് ഒന്നുമില്ല. എങ്കിലും ഒരു കമ്പനിയിൽ ചെറുതല്ലാത്തൊരു ജോലി ഉണ്ടായിരുന്നു. പക്ഷേ അവര് കല്യാണത്തിന് സമ്മതിച്ചില്ല. എന്നെ അവിടെ നിന്നും ഇറക്കി വിട്ടു. അന്ന് എന്റെ കൂടെ വരാൻ വേണ്ടി കരഞ്ഞു നിലവിളിച്ചവളെ എനിക്കിന്നും ഓർമ്മയുണ്ട്. എന്തു വന്നാലും അവളെ ഇനി വിട്ടുകൊടുക്കില്ലെന്ന് ഉറപ്പിച്ചുകൊണ്ടാണ് അന്ന് അവിടെ നിന്നും ഇറങ്ങിയത്. കാരണം എനിക്ക് അവളെ അത്രയ്ക്ക് ജീവനായിരുന്നു. ഞാൻ അവിടെ നിന്നും ഇറങ്ങിയതിൽ പിന്നെ അവരവളെ ഒത്തിരി തല്ലി. പിറ്റേന്ന് രാവിലെ അവൾ ആരും കാണാതെ എന്നെ കാണാൻ വന്നു. തല്ല് കിട്ടിയതിന്റെ പാടുകൾ അവളുടെ മുഖത്തുണ്ടായിരുന്നു. അന്നത് കണ്ടപ്പോൾ എന്റെ നെഞ്ച് പൊട്ടിപ്പോയിരുന്നു. പിന്നെ അവളെ അവളുടെ വീട്ടിലേക്ക് പറഞ്ഞയച്ചില്ല. അവളെയും കൂട്ടി നേരെ ഒരു കൂട്ടുകാരന്റെ വീട്ടിലേക്ക് ചെന്നു. അവിടെ നിന്നാണ് ഞങ്ങൾ കല്യാണം കഴിച്ചത്. പിന്നെയാണ് വീട്ടിലേക്ക് ചെന്നത്. മകന് വേണ്ടി തല്ലും അടിയും വാങ്ങിക്കൂട്ടിയവളെ എന്റെ വീട്ടുകാർ പൂർണ്ണ മനസ്സോടെ തന്നെ സ്വീകരിച്ചു. വിവാഹം കഴിഞ്ഞതറിഞ്ഞ് അവളുടെ വീട്ടുകാർ അവളെ പൂർണ്ണമായി ഉപേക്ഷിച്ചു. പക്ഷേ സ്വന്തം വീട് വിട്ടിറങ്ങി വന്നതിന്റെ ഒരു കുറവും അവൾ അറിയരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവളെ അത്രയും പൊന്നുപോലെയാണ് ഞാൻ നോക്കിയത്. ഞാൻ മാത്രമല്ല, എന്റെ അച്ഛനും അമ്മയും അനിയനുമെല്ലാം അവളെ അത്രമാത്രം സ്നേഹത്തോടെയാണ് നോക്കിയത്. എന്റെ അമ്മയും അച്ഛനും അവളുടെ കൂടി അമ്മയും അച്ഛനുമായി. എന്റെ അനിയൻ അവളുടെ ഏട്ടനും. കല്യാണം കഴിഞ്ഞ് കൃത്യം 2 മാസം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് വേറൊരു കമ്പനിയിലേക്ക് മാറ്റം കിട്ടുന്നത്. ഒരു വലിയ കമ്പനി, നല്ല ശമ്പളം. മൃദുല വന്ന ശേഷമുള്ള എന്റെ ഭാഗ്യമായിട്ടാണ് എല്ലാവരും അതിനെ കണ്ടത്. പക്ഷേ പുതിയ സ്ഥലത്ത് പരിചിതമല്ലാത്ത ഒരു സാഹചര്യത്തിൽ അവളെ ഒറ്റയ്ക്ക് നിർത്തേണ്ടി വരും എന്നതുകൊണ്ട് ആദ്യത്തെ കുറച്ചു മാസം അവൾ എന്റെ വീട്ടിൽ തന്നെ നിൽക്കട്ടെ എന്ന് ഞങ്ങൾ തീരുമാനിച്ചു. തുടക്കത്തിൽ എന്നെ പിരിഞ്ഞിരിക്കുന്നതിൽ അവൾക്ക് വലിയ വിഷമമുണ്ടായിരുന്നു. എനിക്കും. പക്ഷേ പതിയെ അവൾ എന്റെ വീട്ടിലെ അന്തരീക്ഷവുമായി ഒത്തുപോയി. പിന്നീട് വലിയ കുഴപ്പമൊന്നുമില്ലാതെ അവൾ അവിടെ വളരെ സന്തോഷത്തിലായിരുന്നു. പക്ഷേ എനിക്ക് അവളില്ലാതെ ഒട്ടും പറ്റില്ലായിരുന്നു. അവളുടെ ഓർമ്മകൾ കാരണം എനിക്ക് അവിടെ ജോലിയിൽ പോലും ശ്രദ്ധിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെ കിട്ടുന്ന ചെറിയ അവധി ദിവസങ്ങളിൽ പോലും അവളെ കാണാൻ വേണ്ടി മാത്രം ഞാൻ ഓടി വീട്ടിലെത്തുമായിരുന്നു. എന്നാൽ ഞാൻ അവിടെ അവളെ ഓർത്ത് ഉരുകി ഉരുകി ജീവിക്കുമ്പോൾ ഇവിടെ എന്റെ സ്വന്തം വീട്ടിൽ പറഞ്ഞുകൊണ്ട് അവൻ പ്രിയയെ ഒന്നുകൂടി മുറുക്കെ ചേർത്ത് പിടിച്ചു. വിറയ്ക്കുന്ന അവന്റെ കൈകളുടെ മുറുക്കം അവൾ അറിയുന്നുണ്ടായിരുന്നു.
പ്രിയ മുഖമുയർത്തി അവന്റെ മുഖത്തേക്കൊന്നു നോക്കി. അവന്റെ കണ്ണുകൾ ചുവന്നു കലങ്ങിയിട്ടുണ്ട്. അവന്റെ ഉയർന്ന നെഞ്ചിടിപ്പ് അവളുടെ നെഞ്ചിടിപ്പും കൂട്ടി. കേൾക്കാൻ പാടില്ലാത്ത എന്തൊക്കെയോ ആണ് ഇനി കേൾക്കാൻ പോകുന്നതെന്ന് അവൾക്ക് തോന്നി. അവൾ അവന്റെ നെഞ്ചിലേക്ക് ഒന്നുകൂടി കവിൾ ചേർത്ത് വെച്ച് കിടന്നു. ഒപ്പം അവളുടെ കൈകൾ അവന്റെ അരയിലൂടെ അവനെ ചുറ്റിപ്പിടിച്ചിരുന്നു. അവൻ ഒരു കൈകൊണ്ട് അവളെ ചേർത്തു പിടിച്ചും മറുകൈകൊണ്ട് അവളുടെ മുടിയിൽ തലോടുകയും ചെയ്തു. ഏട്ടാ, വേണ്ട, ഏട്ടന് പറയാൻ ബുദ്ധിമുട്ടാണേൽ പറയേണ്ട. എനിക്ക് ഒന്നും അറിയണ്ട. എന്നെ സ്നേഹിച്ചാൽ മാത്രം മതി. എന്നെ വിട്ടു പോകാതിരുന്നാൽ മാത്രം മതി. അവന്റെ വല്ലായ്മയും ബുദ്ധിമുട്ടും മനസ്സിലാക്കിക്കൊണ്ട് അവൾ പറഞ്ഞു. ഇല്ല പ്രിയ, നീ അറിയണം. എനിക്കെല്ലാം പറയണം. ഇപ്പോ അവളോ അവളെ ബാധിക്കുന്ന കാര്യങ്ങളോ എനിക്കൊരു വിഷയമേ അല്ല. പിന്നെ ചതിക്കപ്പെട്ടവന്റെ മനസ്സ്, ആ വേദന, അത് അത്ര പെട്ടെന്നൊന്നും മാഞ്ഞു പോകില്ലല്ലോ. പറഞ്ഞുകൊണ്ട് അവൻ നോവ് നിറഞ്ഞൊരു ചിരി അവൾക്ക് കൊടുത്തു. ആ ചിരി കണ്ട് അവളുടെ സങ്കടം കൂടിയതേയുള്ളൂ. ഞാൻ അവിടെ അവളെയോർത്ത് ഉരുകി ഉരുകി ജീവിക്കുമ്പോൾ ഇവിടെ എൻ്റെ സ്വന്തം വീട്ടിൽ നടന്നത് ഞാൻ ഒരിക്കലും ചിന്തിക്കാത്ത കാര്യങ്ങളായിരുന്നു. നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങളായിരുന്നു. ഞാനില്ലാത്ത സമയങ്ങളിൽ അവളും എൻ്റെ സ്വന്തം അനിയനും തമ്മിൽ അടുപ്പത്തിലായി. അവർ പ്രണയത്തിലായി. ഫ്ലാറ്റുമായി ഞാൻ പൊരുത്തപ്പെട്ടു വന്നതും അവളില്ലാതെ നിൽക്കാൻ പറ്റില്ലെന്നും പറഞ്ഞ് ഞാൻ അവളെ എൻ്റെ കൂടെ കൊണ്ടുപോയി. അവൾക്ക് എൻ്റെ കൂടെ വരാൻ അന്ന് ഒട്ടും താല്പര്യമില്ലായിരുന്നു. ഞാൻ തന്നെ അതിശയിച്ചു പോയിരുന്നു അന്ന്. കല്യാണത്തിന് മുൻപും കല്യാണം കഴിഞ്ഞ് കുറച്ചു കാലവും ഞാനില്ലാതെ പറ്റില്ലെന്ന് പറഞ്ഞവളാണ്. അവളെ എൻ്റെ വീട്ടിലാക്കി ഫ്ലാറ്റിലേക്ക് മാറുമ്പോൾ ഞാനില്ലാതെ നിൽക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞവളാണ്. ആ അവളാണ് ഇപ്പോൾ ഇങ്ങനെ പറയുന്നത്. ചോദിച്ചപ്പോൾ അമ്മയെ പിരിയുന്ന സങ്കടമാണെന്നാണ് പറഞ്ഞത്. ഞാനും കരുതി അങ്ങനെയായിരിക്കുമെന്ന്. കാരണം അവൾ അമ്മയുമായി നല്ല കൂട്ടായിരുന്നു. പിന്നീട് ഇടയ്ക്ക് അമ്മയെ കാണണമെന്നവൾ വാശി പിടിക്കുമ്പോൾ ഞങ്ങൾ ഇടയ്ക്ക് വീട്ടിൽ പോകുമായിരുന്നു. പോയാൽ ചിലപ്പോൾ 2-3 ദിവസമോ ഒരാഴ്ചയോ ഒക്കെ അവൾ അവിടെ നിൽക്കുമായിരുന്നു. പിന്നീട് ഞാൻ ചെന്ന് അവളെ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടു പോരും. അപ്പോഴൊന്നും അവളുടെ ഉള്ളിലെ മാറ്റം ഞാൻ അറിഞ്ഞില്ല. അത് കണ്ടുപിടിച്ച് മനസ്സിലാക്കാനുള്ള ബുദ്ധി എനിക്കില്ലാതെ പോയി. അതിലുപരി എനിക്കൊരു സംശയവും തോന്നാതെയിരിക്കാൻ അവൾ അത്രമേൽ ശ്രമിച്ചിരുന്നു. അമ്മയോടുള്ള സ്നേഹത്തിന്റെ പേരും പറഞ്ഞ് അവൾ എൻ്റെ കണ്ണുകളെ മൂടിക്കെട്ടി. ഇതിനിടയിലാണ് അവൾ പ്രഗ്നന്റ് ആണെന്ന് ഞാൻ അറിയുന്നത്. അതറിഞ്ഞപ്പോൾ ഉണ്ടായ എൻ്റെ സന്തോഷം എനിക്ക് വാക്കുകളിൽ പറയാൻ കഴിയില്ലായിരുന്നു. അവൾക്ക് വേണ്ടതെല്ലാം വാങ്ങിക്കൊടുത്ത്, അവൾക്ക് കൊതിയുള്ളതെല്ലാം സാധിച്ചു കൊടുത്ത് ഞാൻ അവളെ നോക്കി. എൻ്റെ കുഞ്ഞ് എൻ്റെ കയ്യിലേക്ക് വരുന്നത് സ്വപ്നം കണ്ട് കണ്ട് ഞാൻ ദിവസങ്ങൾ തള്ളി നീക്കി. അങ്ങനെ വൈകാതെ അവൾ ഒരു കുഞ്ഞിന് ജന്മം നൽകി. ഇളം റോസ് നിറത്തിലുള്ളൊരു കുഞ്ഞിപ്പെണ്ണ്. എൻ്റെ കുഞ്ഞിനെ കയ്യിലേക്ക് വാങ്ങിയപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ കരഞ്ഞു പോയിരുന്നു. എൻ്റെ നെഞ്ച് പിടച്ചു പോയിരുന്നു. എൻ്റെ രക്തത്തിൽ ഒരു കുഞ്ഞിനെ തരാൻ വേണ്ടിയാണല്ലോ അവൾ ഇത്രയും വേദന സഹിച്ചതെന്നോർത്ത് എനിക്ക് അവളോടുള്ള സ്നേഹം കൂടി. കൂട്ടത്തിൽ ഒരിക്കലും കൊടുത്തു തീർക്കാൻ കഴിയാത്ത എൻ്റെ കുഞ്ഞിനെ തന്ന അവളോടുള്ള കടപ്പാടും. എൻ്റെ കുഞ്ഞിനെ അത്രയും സ്നേഹത്തോടെ എൻ്റെ നെഞ്ചോട് ചേർത്താണ് ഞാൻ നോക്കിയത്. അവൾ ചോദിക്കുന്നതിന് മുൻപ് തന്നെ ആ കുഞ്ഞിനും അവൾക്കും വേണ്ടതെല്ലാം ഞാൻ വാരിക്കോരി നൽകി. കുഞ്ഞിന് 6 മാസം ആയപ്പോഴാണ് അവൾ തിരികെ എൻ്റെ കൂടെ വന്നത്. വീണ്ടും പണ്ടത്തേതുപോലെ തന്നെ. ഇടയ്ക്കിടയ്ക്ക് അവൾ വീട്ടിലേക്ക് പോകണമെന്ന് പറയും. ഞങ്ങൾ പോകും. പക്ഷേ ഇതിനിടയിൽ അവളിൽ പ്രകടമായ പല മാറ്റങ്ങളും ഉണ്ടായിരുന്നു. അവൾ തീരെ എന്നെ ശ്രദ്ധിക്കാതെയായി. എന്നോട് അധികം സംസാരിക്കാതെയായി. എനിക്കൊന്ന് വയ്യാതെ വന്നാൽ പോലും അവൾ എന്നെ ശ്രദ്ധിക്കില്ല. എന്തു പറ്റിയെന്ന് പോലും ചോദിക്കില്ല. ഞാൻ വരുമ്പോഴേക്കും തലവേദനയാണ്, മേലുവേദനയാണെന്നൊക്കെ പറഞ്ഞ് കുഞ്ഞിനെയും കൊണ്ട് കയറി കിടന്നിട്ടുണ്ടാകും അവൾ. സത്യം പറഞ്ഞാൽ ഞാൻ ആകെ ഒറ്റപ്പെട്ടു പോയി. കുഞ്ഞിനെ ഒറ്റയ്ക്ക് നോക്കുന്നത് അവൾക്ക് ബുദ്ധിമുട്ടാവരുതെന്ന് കരുതി ഞാൻ തന്നെയായിരുന്നു കുഞ്ഞിന്റെ കാര്യങ്ങളെല്ലാം നോക്കിയിരുന്നത്. പോസ്റ്റ്മോർട്ടം ഡിപ്രഷനിലേക്ക് അവൾ പോകാതിരിക്കാൻ വേണ്ടി എൻ്റെ എല്ലാ സങ്കടങ്ങളും മറന്ന് ഞാൻ അവളുടെ കൂടെ തന്നെയിരുന്നു. അവൾക്ക് വേണ്ട എല്ലാ കെയറും നൽകി. പക്ഷേ അപ്പോഴൊന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല അവളുടെ ഏറ്റവും വലിയ പ്രശ്നം ഞാനാണെന്ന്. ഞാൻ അടുത്തു വരുന്നതാണ് അവളുടെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്ന്. കാരണം ഞങ്ങൾ അത്രയും സ്നേഹിച്ചവരല്ലേ. എൻ്റെ കൂടെ ജീവിക്കാൻ വേണ്ടി വീട്ടുകാരുടെ അടിയും തല്ലും കൊണ്ട്
അവരെ ഉപേക്ഷിച്ച് എന്റെ കൂടെ ഇറങ്ങി വന്നവളല്ലേ. വെറുതെ പോലും ഒരു വഴക്ക് ഞങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടില്ല. അങ്ങനെയുള്ളപ്പോ എനിക്ക് അങ്ങനെ ഒരു സംശയം തോന്നിയതുമില്ല. അങ്ങനെ 1 വർഷം കടന്നുപോയി. എന്റെ മോൾക്ക് 1 വയസ്സായി. ആ സമയത്താണ് എന്റെ അനിയന് വീട്ടുകാർ വിവാഹം ആലോചിക്കാൻ തുടങ്ങിയത്. അതോടെ മൃദുലയുടെ സ്വഭാവം ആകെ മാറി. അവൾ വീട്ടിൽ എപ്പോഴും വഴക്കുകൾ ഉണ്ടാക്കാൻ തുടങ്ങി. അവൾ എന്നിൽ നിന്നും വീണ്ടും വല്ലാതെ അകന്നു തുടങ്ങി. ഞാൻ എന്നൊരാൾ ആ വീട്ടിൽ ഉണ്ടെന്ന് പോലും അവൾ ഓർക്കാതെയായി. അനിയന്റെ കല്യാണം മുടക്കാൻ അവൾ ആരും അറിയാത്തതുപോലെ പല വഴികളും നോക്കി. വരുന്ന ആലോചനകളിലെല്ലാം അവൾ കുറ്റം കണ്ടെത്തി. ഒരു അസ്വാഭാവികതയും അതിൽ ഉണ്ടായിരുന്നില്ല. എനിക്ക് അപ്പോഴും ഒന്നും മനസ്സിലായിരുന്നില്ല. അങ്ങനെയിരിക്കെ ഒരു ദിവസം എനിക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. പോയാൽ പിറ്റേന്നേ വരാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഫ്ലാറ്റിലേക്ക് തിരിച്ചു വന്ന ഞങ്ങൾ വീണ്ടും വീട്ടിലേക്ക് പോയി. അവളെയും കുഞ്ഞിനെയും അവിടെ നിർത്തിയാൽ എനിക്ക് സമാധാനത്തിൽ പോയി വരാലോ എന്ന് കരുതി. കാര്യം കേട്ടതും അവൾക്ക് വല്ലാത്ത ഉത്സാഹമായി. അങ്ങനെ അവളെ വീട്ടിലാക്കി ഞാൻ തിരിച്ചു പോയി. കുറച്ച് കൂടുതൽ ദൂരമുണ്ടായിരുന്നു. പകുതിക്ക് വെച്ച് പെട്ടെന്ന് മീറ്റിംഗ് ക്യാൻസൽ ചെയ്തു. കുഞ്ഞിപ്പെണ്ണിനെ കാണാനുള്ള ആവേശത്തിൽ ഞാൻ അവളെ വിളിച്ച് പറഞ്ഞതുമില്ല. യാത്ര മുടങ്ങി ഞാൻ വീട്ടിൽ തിരിച്ചെത്തി. വീട്ടിലെത്തിയപ്പോൾ ആളും അനക്കവും ഒന്നുമില്ലായിരുന്നു. ഉമ്മറത്തെ വാതിൽ ലോക്ക് ചെയ്തിട്ടില്ല. വാതിൽ തുറന്ന് നേരെ റൂമിലേക്ക് നടന്നു. മുറിയിലെ വാതിൽ തുറന്നതും ഞാൻ കണ്ടത് എന്റെ ജീവിതം തകർത്ത ആ കാഴ്ചയായിരുന്നു. അവരെ രണ്ടുപേരെയും ഒട്ടും പാടില്ലാത്ത ഒരു സാഹചര്യത്തിൽ ഞാൻ കണ്ടു. ഞങ്ങളുടെ സ്വന്തം മുറിയിൽ എന്റെ സ്വന്തം അനിയനും ഞാൻ താലി കെട്ടിയ എന്റെ ഭാര്യയും. ഞാനാകെ തകർന്നു പോയിരുന്നു ആ സമയം. ഒരു നിലയില്ലാ കയത്തിലേക്ക് വീണതുപോലെ. ഇപ്പോഴും അതെന്റെ കൺമുൻപിൽ ഉണ്ട്. അതാലോചിക്കുമ്പോൾ എനിക്ക് ഇപ്പോഴും. പറയുമ്പോൾ അവൻ വിറയ്ക്കുന്നത് പ്രിയ അറിഞ്ഞു. അവൾ അവനെ മുറുക്കെ കെട്ടിപ്പിടിച്ചതും അവൻ പ്രിയയെ തന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ആ സമയം എന്റെ ഉള്ളിലെ ദേഷ്യവും സങ്കടവും അണ പൊട്ടിയൊഴുകി. എന്തു ചെയ്യണമെന്നറിയാതെ തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങുമ്പോഴാണ് എന്റെ പിറകിലായി എന്നെപ്പോലെ തന്നെ തറഞ്ഞു നിൽക്കുന്നവരെ ഞാൻ കണ്ടത്. അവനത് പറഞ്ഞപ്പോൾ പ്രിയ അവനെ മുഖമുയർത്തി നോക്കി. അതേ പ്രിയ, എന്നെപ്പോലെ തന്നെ എല്ലാവരും അത് കണ്ടു. അമ്മയും കൂടെ വല്യമ്മമാരും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒന്നും മറച്ചു വെക്കാനോ കൂടുതൽ കള്ളങ്ങൾ മെനഞ്ഞ് രക്ഷപ്പെടാനോ അവർക്കായില്ല. അമ്മയുടെ കയ്യിൽ കിടന്ന് ഉറങ്ങിയിരുന്ന കുഞ്ഞിനെയും എടുത്തുകൊണ്ട് ഞാൻ മുറിയിൽ കയറിപ്പോയി. പിന്നീട് കുറെ നേരം കഴിഞ്ഞ് അമ്മ വന്ന് വിളിച്ചപ്പോഴാണ് ഞാൻ മുറിയിൽ നിന്നും പുറത്തേക്ക് വന്നത്. അതുവരെയും എന്റെ മോളെയും അള്ളിപ്പിടിച്ച് ഞാൻ ആ മുറിയിൽ ഒരേ ഇരിപ്പിരുന്നു പോയി. ഹാളിലേക്ക് വന്നപ്പോൾ എല്ലാവരുമുണ്ട്. വല്യച്ഛന്മാരും അമ്മാവന്മാരും, അങ്ങനെ എല്ലാവരും. എന്റെ തീരുമാനമായിരുന്നു എല്ലാവർക്കും അറിയേണ്ടിയിരുന്നത്. കാരണം അവർ അവരുടെ തീരുമാനം പറഞ്ഞു കഴിഞ്ഞിരുന്നു. അവർക്ക് ഒരുമിച്ച് ജീവിക്കണം. അതായിരുന്നു അവരുടെ തീരുമാനം. അവനു കൂടി അവകാശമുള്ള വീടായതുകൊണ്ട് അവരെ ഇറക്കിവിടാനും ഇറങ്ങിപ്പോകാനും പറയാനുള്ള അവകാശം എനിക്കില്ലല്ലോ. എന്റെ മുൻപിൽ ആകെയുണ്ടായിരുന്ന ഒരേയൊരു വെളിച്ചം എന്റെ കുഞ്ഞായിരുന്നു. അവർക്ക് ഒരുമിച്ച് ജീവിക്കാനാണ് ഇഷ്ടമെങ്കിൽ ആയിക്കോട്ടെ എന്നും, അതല്ലെങ്കിലും എനിക്കിനി അവളെ വേണ്ടെന്നും ഞാൻ ഉറപ്പിച്ചു പറഞ്ഞു. പക്ഷേ എന്റെ കുഞ്ഞിനെ ഞാൻ ആർക്കും വിട്ടുതരില്ലെന്ന് പറഞ്ഞു. പക്ഷേ അവിടെയും ഞാൻ തോറ്റുപോയി പ്രിയ. ഞാൻ തോറ്റുപോയി. അല്ല, ശരിക്കും ഞാൻ അവിടെയാണ് തോറ്റുപോയത്. അവൾ എന്റെ മുഖത്ത് നോക്കി എല്ലാവരുടെയും മുൻപിൽ വെച്ച് പറഞ്ഞു, അതെന്റെ കുഞ്ഞല്ലെന്ന്, എന്റെ മോള് എന്റെ കുഞ്ഞല്ലെന്ന്, ഞാൻ അവളുടെ അച്ഛനല്ലെന്ന്. തകർന്നു പോയി ഞാൻ. അല്ല, അവൾ കള്ളം പറയുകയാണെന്ന് ഞാൻ വാദിച്ചു. എന്റെ നെഞ്ചിലെ ചൂടേറ്റ് എന്റെ കൂടെ കിടന്നുറങ്ങിയ എന്റെ കുഞ്ഞ് എന്റേതല്ലെന്ന് പറഞ്ഞാൽ ഞാൻ അത് എങ്ങനെ അംഗീകരിക്കും? എങ്ങനെ സമ്മതിച്ചു കൊടുക്കും? അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റുമോ എനിക്കെന്റെ കുഞ്ഞിനെ? പക്ഷേ എന്റെ കുഞ്ഞിന്റെ അച്ഛൻ ആരാണെന്ന് പറയേണ്ടത് താനാണെന്നും അത് തനിക്കാണ് അറിയുന്നതെന്നും അവൾ വിളിച്ചു പറഞ്ഞു. പറയുന്നതും ചെയ്യുന്നതും എന്താണെന്നുള്ള ബോധം ഇല്ലാത്തതുപോലെയായിരുന്നു അവൾ അപ്പോൾ. ആ കുഞ്ഞ് എന്റേതല്ലെന്നും അവളും എന്റെ അനിയനും തമ്മിലുള്ള ബന്ധത്തിൽ ഉണ്ടായ കുഞ്ഞാണ് അതെന്നും അവൾ ഒരു ഉളുപ്പുമില്ലാതെ വിളിച്ചു പറഞ്ഞു. ഞാൻ ഒത്തിരി സ്നേഹിച്ച, എന്നെ ഒത്തിരി സ്നേഹിച്ചിരുന്നു എന്ന് ഞാൻ കരുതിയ എന്റെ പണ്ടത്തെ മൃദുലയെ ആയിരുന്നില്ല അവൾ ആ സമയം. ഞാൻ ആകെ തകർന്നു.
എന്റെ കാൽച്ചുവട്ടിലെ മണ്ണ് ഒലിച്ചു പോകുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. എന്റെ കുഞ്ഞിനെ കെട്ടിപ്പിടിച്ച് ചുറ്റും കൂടി നിൽക്കുന്ന ആരെയും നോക്കാതെ ഞാൻ അന്ന് പൊട്ടിക്കരഞ്ഞു പ്രിയ. അതുകണ്ട് അറിവില്ലാത്ത ഇത്തിരിപ്പൊടിയുള്ള എന്റെ കുഞ്ഞ് എന്റെ കണ്ണീര് തുടച്ചു തന്നു. ചേ എന്നും പറഞ്ഞ് എന്റെ കവിളിൽ ഒത്തിരി ഉമ്മ വെച്ചു. അതെ, എന്റെ കുഞ്ഞിന്റെ ഉള്ളിൽ ഞാനായിരുന്നു അവളുടെ അച്ഛൻ, എന്റെ മോളായിരുന്നു. പക്ഷേ അപ്പോഴേക്കും അവൾ വന്ന് എന്റെ കയ്യിൽ നിന്നും എന്റെ കുഞ്ഞിനെ ബലമായി പിടിച്ചുകൊണ്ടുപോയി. പിന്നീട് ഞാൻ എന്റെ കുഞ്ഞിനെ തൊട്ടിട്ടില്ല. അതിനവൾ സമ്മതിച്ചിട്ടില്ല. അതായിരുന്നു അവൾ എന്നോട് കാണിച്ച ഏറ്റവും വലിയ ക്രൂരത. അന്ന് ഞാൻ അനുഭവിച്ച നെഞ്ചു പൊട്ടിയതുപോലെ ഒരു വേദന ഞാൻ ഇന്നോളം അനുഭവിച്ചിട്ടില്ല. ഇപ്പോഴും എന്റെ കണ്ണീര് തുടച്ചു തന്ന ആ കുഞ്ഞിളം വിരലിന്റെ ചൂടും എന്റെ കുഞ്ഞു തന്ന ആ ഉമ്മയുടെ ചൂടും ഇപ്പോഴും എന്റെ മുഖത്തുണ്ട്. എന്റെ നെഞ്ചിൽ കിടന്നേ എന്റെ മോള് ഉറങ്ങിയിട്ടുള്ളൂ. ഞാൻ പാട്ട് പാടി കൊടുത്താലേ ഉറങ്ങുള്ളൂ. എവിടെയെങ്കിലും പോയാൽ ഞാൻ ഫോണിൽ വിളിച്ച് കൊഞ്ചിക്കണം എന്റെ മോളൊന്നുറങ്ങാൻ. ആ എന്റെ കുഞ്ഞ് എന്നെ കാണാതെ ഒത്തിരി കരഞ്ഞിട്ടുണ്ടാവും പ്രിയ. എന്റെ മോള് കരഞ്ഞു കരഞ്ഞ് അവസാനം തളർന്നു കിടന്നുറങ്ങിപ്പോയിട്ടുണ്ടാകും. അതാലോചിക്കുമ്പോൾ ഇപ്പോഴും എനിക്ക് സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റാറില്ല. എനിക്ക് അത്രയും ജീവനായിരുന്നു എന്റെ മോള്. ഇപ്പോ അവൾക്കെന്നെ ഓർമ്മ പോലും കാണില്ല. എന്റെ കുഞ്ഞിന്റെ ആരുമല്ലാതായി പോയിട്ടുണ്ടാകും ഞാൻ. അതോർക്കുമ്പോൾ എനിക്കിപ്പോഴും. പറഞ്ഞുകൊണ്ട് അവൻ പൊട്ടിക്കരഞ്ഞു. കരച്ചിലെന്ന് പറഞ്ഞാൽ അതുപോലെയൊരു കരച്ചിൽ. അവന്റെ ഉടലാകെ വിറച്ചു പോയിരുന്നു ആ സമയം. അവൾ ഞെട്ടി അവന്റെ നെഞ്ചിൽ നിന്നും മുഖമുയർത്തി. അത്രമേൽ താങ്ങാൻ പറ്റാത്ത ഭാരത്തോടെയാണ് അവൻ ഇപ്പോൾ ആയിരിക്കുന്നതെന്ന് അവൾക്ക് തോന്നി. എല്ലാം കേട്ടുനിന്ന് തനിക്ക് പോലും നെഞ്ചു പൊട്ടിപ്പോകുന്ന പോലെ ഒരു വേദന തോന്നുന്നുണ്ടെങ്കിൽ അത് അനുഭവിച്ച അവന്റെ വേദന എത്രത്തോളമായിരിക്കും. പിന്നെ ഒന്നും ആലോചിക്കാതെ അവൾ അവന്റെ മുഖം പിടിച്ച് തന്റെ നെഞ്ചിലേക്ക് ചേർത്തു വെച്ചു. അവനൊരു കുഞ്ഞ് അമ്മയെ കെട്ടിപ്പിടിച്ച് കരയുന്നത് പോലെ അവളെ ചുറ്റിപ്പിടിച്ച് അവളുടെ നെഞ്ചിൽ മുഖം ചേർത്തു കരഞ്ഞു. ഒത്തിരി കരഞ്ഞു കരഞ്ഞ് പിന്നീട് അവനിൽ നിന്നും തേങ്ങലുകൾ പുറത്തേക്ക് വന്നു. ആണൊരുത്തൻ ഇങ്ങനെ കരയുന്നത് അവൾ ആദ്യമായി കാണുകയായിരുന്നു. അവന്റെ ആദ്യ ഭാര്യ എന്നു പറയുന്നവൾ ചെയ്ത ചതിയേക്കാൾ അവനെ വേദനിപ്പിച്ചത്, ഇപ്പോഴും വേദനിപ്പിക്കുന്നത് അവന്റെ കുഞ്ഞാണെന്ന് അവൾക്ക് തോന്നി. ആ കുഞ്ഞിനെ ഓർത്ത് തന്നെയാണ് അവൻ ഇത്രയും വേദന തിന്നുന്നത്. ഏറെ നേരം ആ ഇരിപ്പിരുന്നതും അവനൊന്ന് ശാന്തമായി. കരഞ്ഞു കരഞ്ഞ് അവന്റെ മുഖമാകെ ചുവന്നു തുടുത്തിരുന്നു. അവൾക്ക് അവനോട് വല്ലാത്ത സ്നേഹവും അലിവും തോന്നിപ്പോയി. അതിലുപരി വല്ലാത്തൊരു പ്രണയവും. ഏട്ടാ, ഇനിയും ഇങ്ങനെ കരഞ്ഞു കിടന്നാൽ പനി കൂടും. വാ വന്നേ, അകത്തു പോയി കിടക്കാം, അവൾ പതിയെ പറഞ്ഞു. അവൻ അവളുടെ നെഞ്ചിൽ നിന്നും മുഖം ഉയർത്തിയില്ല. പക്ഷേ കണ്ണുകൾ തുറന്ന് എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ അവൻ എങ്ങോ നോക്കി അങ്ങനെയിരുന്നു. അച്ഛനും അമ്മയും ഒക്കെ ആദ്യം അവരെ രണ്ടുപേരെയും ഒത്തിരി കുറ്റപ്പെടുത്തി അവനെ അടിച്ചു. അവൻ വീണ്ടും പറഞ്ഞു തുടങ്ങി. പക്ഷേ ആ കുഞ്ഞിനെയും കൊണ്ട് തങ്ങൾ വീട് വിട്ടിറങ്ങി പോകുമെന്നും പിന്നീട് ഒരിക്കലും നിങ്ങളാരും ഞങ്ങളെ കാണില്ലെന്നും അനിയനും മൃദുലയും ഭീഷണിപ്പെടുത്തിയതോടെ അവർക്ക് മുൻപിൽ മറ്റു വഴികൾ ഇല്ലായിരുന്നു. അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ആ കുഞ്ഞിനെ കാണാതിരിക്കാൻ പിരിയാൻ ആർക്കും ആകില്ലായിരുന്നു. അവർക്ക് അവരുടെ പേരക്കുട്ടിയെ വേണമായിരുന്നു. അതിന് ഇളയ മകനും മൂത്ത മകന്റെ ഭാര്യയും അവിടെ ഒരുമിച്ച് ജീവിക്കണമായിരുന്നു. അതുകൊണ്ട് അവർ പിന്നീട് ഒന്നും മിണ്ടിയില്ല. അവരുടെ മുൻപിൽ പിന്നെയുണ്ടായിരുന്ന പ്രശ്നം ഞാനാണ്. എന്റെ മുൻപിൽ അവരെങ്ങനെ ഒരുമിച്ച് ജീവിക്കും? അവർ ഒരുമിച്ച് ജീവിക്കുമ്പോൾ അവരുടെ മുൻപിൽ ഞാൻ എങ്ങനെ ജീവിക്കുമെന്ന്. എനിക്കും അവിടെ നിൽക്കണമെന്ന് ഇല്ലായിരുന്നു. ഞാൻ ജീവന് തുല്യം സ്നേഹിച്ച അവളും എന്റെ സ്വന്തം അനിയനും ഒരേ മേൽക്കൂരയ്ക്ക് കീഴിൽ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ജീവിക്കുന്നത് കണ്ടു നിൽക്കാൻ എനിക്ക് താല്പര്യമില്ലായിരുന്നു. ആ വീട് എനിക്ക് നരകമായി തോന്നി. അവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും എനിക്ക് ചുട്ടുപൊള്ളി. ഞാൻ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു. അവർ വന്ന് കാര്യങ്ങളൊക്കെ അവരോട് പറഞ്ഞു. അന്ന് ആ ദിവസം അവിടെ നിന്നും പടിയിറങ്ങിയതാണ് ഞാൻ. അമ്മയ്ക്കും അച്ഛനും ഒന്നും പറഞ്ഞ് എന്നെ പിടിച്ചു നിർത്താൻ ആവില്ലായിരുന്നു. ഞാൻ അവിടെ നിന്നും പോന്നതിൽ അവർക്കും വേദനിച്ചു കാണും. പക്ഷേ എനിക്ക് അതേ നിവൃത്തി ഉണ്ടായിരുന്നുള്ളൂ. എവിടേലും പോയി ചത്തുകളയാനാണ് ആദ്യം തോന്നിയത്. പിന്നെ ഒന്നിനും വയ്യാതെ ആർക്കും വേണ്ടാതെ ഒരു പ്രതിമ കണക്ക് അങ്ങ് ജീവിച്ചു. പിന്നീട് ഇന്നുവരെ അവരുമായി യാതൊരു ബന്ധത്തിനും ഞാൻ പോയിട്ടില്ല. അച്ഛനെയും അമ്മയെയും ഒക്കെ വിളിക്കണമെന്നും അവരെന്ത് തെറ്റു ചെയ്തു എന്നൊക്കെ ചിലപ്പോ എനിക്ക് തോന്നും.
പക്ഷേ എന്തോ എനിക്കതിനൊന്നും സാധിച്ചില്ല. സ്വന്തമായി അച്ഛനും അമ്മയും അനിയനും ഒക്കെ ഉണ്ടായിട്ടും ആരുമില്ലാത്ത ഒരു അനാഥനെ പോലെയാണ് ഞാൻ പിന്നീട് ജീവിച്ചത്. അവളും കുഞ്ഞുമായി ഒരുമിച്ച് നിന്ന് ഫ്ലാറ്റിൽ നിന്ന് മാറി. അവിടെ നിന്നാൽ എൻ്റെ കുഞ്ഞിൻ്റെ ഓർമ്മകൾ എന്നെ കൊന്നുകളയും എന്ന് തോന്നി. പിന്നീടാണ് ഇവിടേക്ക് മാറിയത്. ഇവിടെ വന്ന് ഫാദറിനെ കാണാൻ തുടങ്ങിയപ്പോഴാണ് ചെറിയൊരു സമാധാനം തോന്നി തുടങ്ങിയത്. അവിടത്തെ മക്കളെ കാണുമ്പോൾ എനിക്കെൻ്റെ കുഞ്ഞിനെ തന്നെയാണ് ഓർമ്മ വരാറ്. അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടി എന്തൊക്കെ വാങ്ങിയാലും എനിക്ക് മതിയാവില്ല. ഞാൻ അച്ഛനോട് പറഞ്ഞിരുന്നു, എന്നെപ്പറ്റി എല്ലാം നിന്നോട് പറയണമെന്ന്. നിനക്കും സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ഉണ്ടാകുമെന്ന്. അതിന് ഞാനൊരു തടസ്സമാകരുതെന്ന് എനിക്കുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴും ഇനി എനിക്കൊരു പെണ്ണിനെ സ്നേഹിക്കാനോ വിശ്വസിക്കാനോ പറ്റുമെന്നൊരു പേടിയും എനിക്കുണ്ടായിരുന്നു. ഞാൻ അതെല്ലാം അച്ഛനോട് പറഞ്ഞതുമാണ്. അച്ഛനാണ് പറഞ്ഞത് എല്ലാം ശരിയാകുമെന്ന്. അച്ഛൻ്റെ ഒരു വാക്കിൻ്റെ പുറത്താണ് ഞാൻ ഈ വിവാഹത്തിന് സമ്മതിച്ചത്. പക്ഷേ അത് തെറ്റിയിട്ടില്ലെന്ന് എനിക്കിപ്പോൾ അറിയാം. ഞാൻ കരുതിയത് അച്ഛനെല്ലാം നിന്നോട് പറഞ്ഞിട്ടുണ്ടെന്നാ. അന്ന് കല്യാണം കഴിഞ്ഞ് അവിടെ പോയപ്പോഴാണ് അറിയുന്നത് അച്ഛൻ നിന്നോട് എല്ലാം പറഞ്ഞിട്ടില്ലെന്ന്. എൻ്റെ കല്യാണം കഴിഞ്ഞത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്ന്. ബാക്കിയെല്ലാം സമയം കിട്ടുമ്പോൾ എന്നോട് തന്നെ പറഞ്ഞാൽ മതിയെന്ന്. അവൻ പറഞ്ഞു നിർത്തി. ശരിയാണ്, അച്ഛൻ അന്ന് തന്നോടും അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. അവനെല്ലാം പറയും, അവൻ തന്നെ പറയുന്നതാണ് ശരിയെന്ന്. പക്ഷേ വേണ്ടിയിരുന്നില്ല. അവനിൽ നിന്നും ഇതൊന്നും അറിയേണ്ടിയിരുന്നില്ല. ഇതെല്ലാം പറയുകയും ഓർക്കുകയും ചെയ്തതുകൊണ്ടല്ലേ ഇന്നിപ്പോൾ ഇതുപോലെ അവന് വീണ്ടും കരയേണ്ടി വന്നത്. അവന്റെ ആ കരച്ചിൽ അവളെ വീണ്ടും വേദനിപ്പിച്ചു. അവന്റെ കണ്ണുകളിൽ നിന്നും വീണ കണ്ണുനീർ തുള്ളികൾ പ്രിയയുടെ നെഞ്ചാകെ നനച്ചിരുന്നു. അവന്റെ കഥ കേട്ട് പ്രിയയുടെ ഉള്ളം വല്ലാതെ ഉലഞ്ഞു പോയിരുന്നു. ഇത്രയും വലിയൊരു ചതിയുടെയും വേദനയുടെയും ഭാരവും ചുമലിലേറ്റിയാണ് ഈ മനുഷ്യൻ ഇത്രയും നാൾ ജീവിച്ചതെന്ന് അവൾക്ക് വിശ്വസിക്കാൻ പോലും കഴിഞ്ഞില്ല. അവൾ പതിയെ അവന്റെ മുഖം പിടിച്ചുയർത്തി. കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടെ അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. ഞാൻ വീണ്ടും വേദനിപ്പിച്ചു അല്ലേ? ഞാനല്ലേ ഇപ്പോ ഇതിനെല്ലാം കാരണം? ഞാൻ കാരണമല്ലേ ഇതൊക്കെ ഇപ്പോ വീണ്ടും ഓർത്തത്? ചോദിക്കുമ്പോൾ അവൾ കാരണമാണ് ഇതെല്ലാം ഓർക്കേണ്ടി വന്നതെന്നും പറയേണ്ടി വന്നതെന്നുമുള്ള കുറ്റബോധം കൊണ്ടാകണം അവളുടെ സ്വരം ഇടറിയിരുന്നു. അവൻ അവളെ നോക്കി ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചു. എന്നാൽ അവൻ തോറ്റുപോയി. അല്ല പ്രിയ, അങ്ങനെയൊന്നും ഇല്ല. ഒരു കണക്കിന് ഇപ്പോ ഇതെല്ലാം പറഞ്ഞത് നന്നായി. എനിക്ക് നിന്നെ മാത്രമേ ഇത് ബോധിപ്പിക്കേണ്ടതുള്ളൂ. നിന്നോട് മാത്രമേ എനിക്ക് പറയേണ്ടതുള്ളൂ. നീ അറിഞ്ഞിരിക്കണം ഇതെല്ലാം. ഇനിയെല്ലാം മറന്നേക്കാം അല്ലേ? അവൻ ചോദിച്ചതും അവന്റെ കണ്ണുകളിലെ ഭാവം അവൾക്ക് കൃത്യമായി മനസ്സിലായി. പ്രിയ പതിയെ ഒന്ന് തലയാട്ടി അവന്റെ നിറഞ്ഞ കണ്ണുകൾ തുടച്ചു കൊടുത്തു. പിന്നെ അവന്റെ നെഞ്ചിലേക്ക് ഒന്നുകൂടി ചേർന്നു കിടന്നുകൊണ്ട് പതിയെ പറഞ്ഞു, അതെ, ഇനിയൊക്കെ മറന്നേക്കാം. ഇനി ഏട്ടൻ ഒറ്റയ്ക്കല്ല. കഴിഞ്ഞതൊന്നും ഓർത്ത് ഇനിയും ഇങ്ങനെ വിഷമിക്കല്ലേ. ഞാനില്ലേ കൂടെ? ഞാനുണ്ടാകും കൂടെ, ഈ പ്രിയയുടെ മരണം വരെ. പറഞ്ഞുകൊണ്ട് അവൾ കണ്ണുകൾ അടച്ച് ഒന്നുകൂടി അവനെ പുണർന്നു. പെട്ടെന്ന് അവിടെ വല്ലാത്തൊരു ശൂന്യത അനുഭവപ്പെട്ടു. എന്തൊക്കെയോ കലങ്ങി മറിഞ്ഞു പോയതുപോലെ. അവളുടെ ആ വാക്കുകളിൽ നീരജിന്റെ മനസ്സൊന്ന് തണുത്തു. അവന് വല്ലാത്തൊരു ശാന്തത അനുഭവപ്പെട്ടു. പുറത്ത് അപ്പോഴും മഴ പെയ്തുകൊണ്ടേയിരുന്നു. ആ മഴയുടെ ശബ്ദത്തിലും അവിടം വല്ലാതെ നിശ്ചലമായി. കൂട്ടത്തിൽ ആ മുറിക്കുള്ളിൽ പ്രണയത്തിന്റെ പുതുമഴ കൂടി പെയ്തു തുടങ്ങിയിരുന്നു. പെട്ടെന്ന് അവൾ അവനിൽ നിന്നും അകന്നു മാറിയതും അവനൊരു ഞെട്ടലോടെ അവളെ നോക്കി. അവൾ അവന്റെ നെറ്റിയിലും കഴുത്തിലും തൊട്ടുനോക്കി. ദേ, പോയ പനിയൊക്കെ വീണ്ടും വന്നു. വാ, വന്നേ, എഴുന്നേറ്റ് വന്ന് കിടന്നേ. അവൾ അവന്റെ കയ്യിൽ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. എന്നാ നീയും വന്ന് കിടക്ക്. അവൻ ചെറിയ കുട്ടികളെപ്പോലെ കൊഞ്ചി. അത് കണ്ട് അവൾക്ക് ചിരിയും വാത്സല്യവും ഒരുപോലെ വന്നു പോയിരുന്നു. അവൾ ടീപ്പോയിലേക്ക് കണ്ണുകൊണ്ട് കാണിച്ചു. അവൻ നോക്കിയപ്പോൾ നേരത്തെ കുടിച്ചു വെച്ച ചുക്കുകാപ്പിയുടെ ഗ്ലാസ്സിൽ ഉറുമ്പ് വന്നിരിക്കുന്നതാണ്. അവൻ അവളെ നോക്കിയൊന്ന് ചിരിച്ചു. കുട്ടികൾ തെറ്റു ചെയ്താൽ അമ്മമാര് കൈയോടെ പിടിക്കുമ്പോൾ കുട്ടികൾ ചിരിക്കുന്നത് പോലെ ഒരു ചിരി. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ കഴുകി വെച്ചിട്ട് വരാമെന്ന്. അവൾ പറഞ്ഞുകൊണ്ട് ടീപ്പോയിൽ നിന്ന് ഗ്ലാസുകൾ കയ്യിലെടുത്തു. അപ്പോഴേക്കും അവൻ അവളുടെ പിറകിൽ നിന്നും അരയിലൂടെ കൈ ചുറ്റിപ്പിടിച്ച് പുറത്ത് മുഖം ചേർത്ത് വെച്ചു കിടന്നു. ഏട്ടാ, കളിക്കല്ലേ, മാറിക്കേ.
അവൾ ഇതെല്ലാം നന്നായി ആസ്വദിക്കുന്നുണ്ടെങ്കിലും വെറുതെ പറഞ്ഞു, സാരില്ല, ഈ കളി ഇപ്പോ എനിക്കിഷ്ടാണ് ഒത്തിരി. അവൻ അവളുടെ കാതിൽ ചുണ്ടു ചേർത്തുകൊണ്ട് പറഞ്ഞതും അവൾ ഇക്കിളിയായെന്നോണം ഒന്ന് പുളഞ്ഞു. അതവനിൽ ഒന്നുകൂടി ആവേശമുണ്ടാക്കി. ഏട്ടാ, എനിക്ക് പനി വരും. അവൾ വീണ്ടും ചുണ്ടിൽ വിരിഞ്ഞ ആ പുഞ്ചിരിയോടെ തന്നെ പറഞ്ഞു. വന്നോട്ടെ, ഞാൻ നോക്കിക്കോളാം. പറഞ്ഞുകൊണ്ട് അവൻ ഒന്നുകൂടി അവളെ ഇറുക്കെ പിടിച്ചതും അവളിൽ നിന്നും ഒരു ചിരി അവിടെയാകെ ഉയർന്നു. ശൂന്യമായി കിടന്ന, നിശബ്ദമായി കിടന്ന ആ വീട്ടിൽ ചിരിയൊലികൾ കൊണ്ട് നിറഞ്ഞു. ദിവസങ്ങൾ പതിയെ കടന്നുപോയി. ഇതിനിടയിൽ അവൾക്കും പനി പിടിച്ചു. അവൻ പറഞ്ഞതിൽ നിന്നും ഒട്ടും വ്യത്യസ്തമല്ലാതെ ഒരു കുഞ്ഞിനെ എന്ന പോലെ അവൻ അവളെ നോക്കി. അവളുടെ കണ്ണും മനസ്സും ഒരുപോലെ നിറഞ്ഞു. ഇതിനിടയിൽ അവർ തമ്മിൽ കൂടുതൽ അടുത്തു. പരസ്പരം അത്രയേറെ സ്നേഹിച്ചു തുടങ്ങി. ഒരു മത്സരം പോലെ. അങ്ങനെ അതിലൊരു മഴയുള്ളൊരു ദിവസം അവർ എല്ലാ അർത്ഥത്തിലും ജീവിച്ചു തുടങ്ങി. രണ്ട് ശരീരവും ഒരു മനസ്സുമായി മാറി. ഇതിനിടയിൽ അവർ വീണ്ടും ഓർഫനേജിൽ ചെന്നു. കുട്ടികൾക്കെല്ലാം കൈനിറയെ സാധനങ്ങളുമായാണ് അവർ പോയത്. അന്ന് രണ്ടുപേരുടെയും മുഖത്തേക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാകും രണ്ടുപേരും ഇപ്പോൾ സന്തോഷത്തിലാണെന്ന്. ഇടയ്ക്കുള്ള അവരുടെ നോട്ടവും ആ കൊഞ്ചലും കുറുകലുമെല്ലാം അതിനുള്ള തെളിവുകളായിരുന്നു. തന്റെ തീരുമാനവും വിശ്വാസവും പ്രതീക്ഷയും ഒന്നും തെറ്റിയിട്ടില്ലെന്ന് അച്ഛന് തോന്നി. അതിന്റെ സന്തോഷവും അച്ഛനുണ്ടായിരുന്നു. ഒരു ഞായറാഴ്ച വൈകുന്നേരം അവർ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് ചായ കുടിക്കുകയാണ്. അപ്പോഴാണ് നീരജിന്റെ ഫോണിലേക്ക് അപരിചിതമായ ഒരു നമ്പറിൽ നിന്നും കോൾ വന്നത്. അവൻ കോൾ എടുത്തതും മറുതലയ്ക്കിൽ നിന്നും കേട്ട ശബ്ദം അവന്റെ ഉള്ളൊന്ന് പിടിപ്പിച്ചു. അവന്റെ ചെറിയച്ഛന്റെ മകളായിരുന്നു അത്. നീരജ് സ്വന്തം കൈകളിൽ എടുത്തു നടന്ന അവന് ജീവനായിരുന്ന അവന്റെ അനിയത്തിക്കുട്ടി. അവൾക്ക് അടുത്ത ആഴ്ച വിവാഹമാണ്. നീരജിന്റെ നമ്പർ എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച് വിളിച്ചതാണ് അവൾ. ഏട്ടൻ വരണം. എന്തൊക്കെ സംഭവിച്ചാലും എന്റെ കല്യാണത്തിന് ഏട്ടൻ ഉണ്ടാകണം. ഏട്ടന്റെ വാവയല്ലേ പറയുന്നേ? ഏട്ടൻ വരണം, വന്നേ പറ്റൂ, പ്ലീസ്. എന്റെ ഏട്ടനല്ലേ? ഏട്ടനെ കാണാൻ അത്രയും കൊതിയായിട്ടാ. ഇത് തന്നെ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഈ നമ്പർ കിട്ടിയതെന്ന് അറിയോ? എന്റെ കല്യാണത്തിന് ഏട്ടൻ കൂടെയില്ലാതെ എങ്ങനെയാ? ഏട്ടന്റെ അനുഗ്രഹം എനിക്ക് വേണം. ഇനി ഒന്നും പറയണ്ട, വന്നേ പറ്റൂ. ഞാൻ കാത്തിരിക്കും, അവൾ പറഞ്ഞു. അവൻ ഒത്തിരി തവണ പറഞ്ഞു നോക്കി. പക്ഷേ അവൾ സമ്മതിച്ചില്ല. അവൾക്ക് ഒരേ ഒരു നിർബന്ധം, അവൻ അവളുടെ കല്യാണത്തിന് ചെല്ലണമെന്ന്. അവൾ മാത്രമല്ല, ചെറിയച്ഛനും ചെറിയമ്മയും ഒക്കെ അവനെ ഒത്തിരി നിർബന്ധിച്ചു. നീ വരുമെന്ന് ഉറപ്പിച്ചു എന്നും പറഞ്ഞുകൊണ്ടാണ് അവർ ഫോൺ വെച്ചത്. കോൾ കട്ടായി ഫോൺ മേശപ്പുറത്തേക്ക് വെക്കുമ്പോൾ നീരജിന്റെ കൈകൾ ചെറുതായി വിറയ്ക്കുന്നുണ്ടായിരുന്നു. പഴയ ഓർമ്മകളെല്ലാം ഒന്നിച്ചു തികട്ടി വന്നു. കല്യാണത്തിന് പോയാൽ അച്ഛനെയും അമ്മയെയും കാണേണ്ടി വരും. അതിനേക്കാൾ ഉപരി തന്നെ ചതിച്ച തന്റെ സ്വന്തം ചോരയായ അനിയനെയും മൃദുലയെയും ഒരുമിച്ച് കാണേണ്ടി വരും. ആ കാഴ്ചകൾ വീണ്ടും തന്റെ മനസ്സിന്റെ സമാധാനം കെടുത്തുമോ എന്ന് അവൻ ഭയന്നു. കൂട്ടത്തിൽ ഒരു പൊടി കുഞ്ഞിന്റെ മുഖം കൂടി ഓർമ്മ വന്നതും അവനാകെ വല്ലാതെയായി. പോയിരുന്നെങ്കിൽ ദൂരെ നിന്നെങ്കിലും തന്റെ കുഞ്ഞിനെ ഒന്ന് കാണാമായിരുന്നു. തന്റേതല്ലെന്ന് ആ കുഞ്ഞിന്റെ അമ്മ തന്നെ പറഞ്ഞിട്ടും അവനിപ്പോഴും അത് തന്റെ കുഞ്ഞ് തന്നെയാണ്. എങ്കിലും എന്തോ ഒന്ന് അങ്ങോട്ടേക്ക് പോകാൻ അവന്റെ മനസ്സിനെ ഒട്ടും അനുവദിച്ചില്ല. അവനെ പിറകോട്ട് വലിച്ചുകൊണ്ട് തന്നെയിരുന്നു. എന്തു ചെയ്യണമെന്നറിയാതെ അവൻ സോഫയിലേക്ക് ചാരിയിരുന്നു. പെട്ടെന്നാണ് തന്റെ അരികിലിരുന്ന പ്രിയയുടെ മുഖത്തേക്ക് അവൻ നോക്കിയത്. തന്നെ ആദിയോടെ നോക്കി നിൽക്കുന്ന അവളുടെ ആ നിഷ്കളങ്കമായ മുഖം. അവന്റെ സംസാരത്തിൽ നിന്നും തന്നെ അവൾക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായിരുന്നു. തന്നെ ജീവന് തുല്യം സ്നേഹിക്കുന്നവൾ, അതിലുപരി താൻ തന്റെ ജീവനേക്കാളേറെ സ്നേഹിക്കുന്നവൾ. അവളുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അവന്റെ ഉള്ളിലെ വെല്ലായ്മയെല്ലാം പതിയെ എങ്ങോ അലിഞ്ഞുപോയി. അവളുടെ കണ്ണുകളിലെ അവനോടുള്ള ആഴമേറിയ പ്രണയവും വാത്സല്യവും അവൻ കണ്ടു. നീരജിന്റെ ഉള്ളിൽ പ്രണയത്തിന്റെ ഒരു വല്ലാത്ത കടൽ ഇരമ്പി മറിഞ്ഞു. അവൻ ഒട്ടും സമയം കളയാതെ അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. തന്റെ നെഞ്ചിൽ ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ പതുങ്ങിക്കിടക്കുന്നവളുടെ ഇളം ചുവന്ന അധരത്തിലേക്കാണ് അവന്റെ നോട്ടം പോയത്. പ്രിയ എന്തെങ്കിലും ചോദിക്കും മുൻപ് തന്നെ അവൻ അവളുടെ ആ ചുവന്ന അധരങ്ങളെ കവർന്നെടുക്കാൻ തുടങ്ങിയിരുന്നു. വളരെ നീണ്ട ആഴമേറിയ ഒരു ദീർഘചുംബനം. അവൾ അവനെ അള്ളിപ്പിടിച്ചു. ആ ചുംബനത്തിൽ അവളോടുള്ള പ്രണയവും സ്നേഹവും കരുതലും നന്ദിയും എല്ലാം അടങ്ങിയിരുന്നു.
ചുംബനത്തിന്റെ അവസാനം ശ്വാസം കിട്ടാതെ ചത്തുപോകുമെന്ന് തോന്നിയതും അവൻ അവളുടെ അധരങ്ങളെ മോചിപ്പിച്ചു. ശേഷം അവളെ തന്റെ നെഞ്ചിലേക്ക് അവൻ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചു. അല്പം നേരം കഴിഞ്ഞതും രണ്ടുപേരുടെയും ശ്വാസം ഒന്ന് ശാന്തമായതും അവൻ അവളുടെ മുഖമുയർത്തി അവളുടെ കണ്ണുകളിലേക്ക് നോക്കി വല്ലാത്തൊരു ഉറപ്പോടെ പറഞ്ഞു, പ്രിയ, നമുക്ക് പോകണം. വാവേന്റെ കല്യാണത്തിന് നമുക്ക് പോകണം. നമ്മൾ പോകും. തെറ്റ് ചെയ്തവർക്ക് യാതൊരു ഉളുപ്പും മാനവും പേടിയും ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാ പേടിച്ച് എല്ലാവരിൽ നിന്നും ഒളിച്ചോടുന്നത്? അവൻ വല്ലാത്തൊരു ഉറപ്പോടെ പറഞ്ഞതും പ്രിയ അത്ഭുതത്തോടെ അവനെ നോക്കി. നീരജിന്റെ കണ്ണുകളിൽ അപ്പോൾ ഇതുവരെ കണ്ടതുപോലെയൊരു ശൂന്യതയായിരുന്നില്ല. പകരം വല്ലാത്തൊരു ആത്മവിശ്വാസമായിരുന്നു നിറഞ്ഞു നിന്നിരുന്നത്. അവൻ അവളുടെ തോളിലൂടെ കൈയിട്ട് മുൻപോട്ട് നടന്നു. അവരൊക്കെ ചേർന്ന് എന്നെ ചതിച്ചിട്ടും ഞാൻ തകർന്നു പോയിട്ടില്ലെന്ന് എനിക്ക് കാണിച്ചു കൊടുക്കണം. ഞാൻ തളർന്നിട്ടില്ല. എനിക്ക് ഒന്നിന്റെയും കുറവില്ലെന്ന് അവർ അറിയണം. അവരുടെ ചതിയിൽ മനസ്സുരുകി നടക്കുകയല്ല ഞാനെന്ന് അവരൊക്കെ അറിയണം. എന്നെ ജീവനേക്കാൾ സ്നേഹിക്കാനും എനിക്ക് ജീവനായി കൊണ്ടു നടക്കാനും എന്നെ ചതിക്കാത്തൊരു പെണ്ണ് എനിക്കുണ്ടെന്ന് അവരൊക്കെയൊന്ന് അറിയട്ടെ. അല്ലേ പ്രിയേ, എന്റെ പ്രിയതമേ? പറഞ്ഞു വന്ന് അവസാനം അവളെ അവൻ തിരിച്ചു നിർത്തി അവളുടെ മൂക്കിലൊന്ന് തട്ടിക്കൊണ്ട് ചോദിച്ചു. ഇപ്പോൾ കുറച്ചായി ഈ പ്രിയതമേ വിളി തുടങ്ങിയിട്ട്. അത് കേൾക്കാൻ അവൾക്കൊത്തിരി ഇഷ്ടമാണ്. അവളുടെ ചുണ്ടിലൊരു മനോഹരമായൊരു പുഞ്ചിരി വിരിഞ്ഞു. ഇങ്ങനെ ചിരിക്കല്ലേ, ഈ ചിരി കാണുമ്പോൾ പിന്നെയും എന്റെ കൺട്രോൾ പോകും. അവൻ വല്ലാത്തൊരു കുറുമ്പോടെ പറഞ്ഞതും അവളുടെ കവിളുകൾ നാണം കൊണ്ട് ചുവന്നു തുടുത്തിരുന്നു. അവൾ ഒരു ചിരിയോടെ അവനെ തള്ളി മാറ്റിക്കൊണ്ട് ചായ കുടിച്ച ഗ്ലാസും എടുത്തുകൊണ്ട് അടുക്കളയിലേക്ക് നടന്നു. അങ്ങനെ അങ്ങ് പോകല്ലേ പ്രിയതമേ, പറഞ്ഞുകൊണ്ട് അവനും ഒരു ചിരിയോടെ അവൾക്ക് പിറകെ അടുക്കളയിലേക്ക് നടന്നു. നീരജിന്റെ വാക്കുകൾ കേട്ട് അവളുടെ കണ്ണും മനസ്സും സന്തോഷം കൊണ്ട് ഒരുപോലെ നിറഞ്ഞിരുന്നു. അവനെ അവന്റെ പഴയ ജീവിതത്തിൽ നിന്നും പൂർണ്ണമായി കൈപിടിച്ചുയർത്താൻ തനിക്ക് കഴിഞ്ഞു എന്ന ചിന്ത അവളിൽ വല്ലാത്തൊരു ആശ്വാസമുണ്ടാക്കി. ഇന്നാണ് ആ കല്യാണം. അവരുടെ വീട്ടിൽ നിന്നും നാട്ടിലേക്ക് ഒത്തിരി ദൂരമുള്ളതുകൊണ്ട് അവർ ഇന്നലെ തന്നെ അവന്റെ നാട്ടിൽ വന്ന് ഒരു ഹോട്ടലിൽ റൂം എടുത്തിരുന്നു. രാവിലെ കുളിച്ചു മാറ്റി കല്യാണ മണ്ഡപത്തിലേക്ക് ഇറങ്ങാനുള്ള തിരക്കിലാണ് അവർ. പോയാലോ ഏട്ടാ? അവൾ ഉടുത്തിരിക്കുന്ന സാരി ഒന്നുകൂടി വൃത്തിയിൽ ശരിയാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം അവന് നേരെ തിരിഞ്ഞു ചോദിച്ചു. അവൻ അവളെ ഒന്ന് ആകെ മൊത്തം നോക്കി. കൊള്ളാം, എന്നാലും എന്തോ ഒരു കുറവുണ്ട്. വിരൽ ചുണ്ടിൽ മുട്ടിച്ചുകൊണ്ട് അവൻ അവളെ അടിമുടി നോക്കിക്കൊണ്ട് പറഞ്ഞു. അതുകേട്ട് അവൾ അവളെ ആകെ മൊത്തം ഒന്ന് നോക്കി. അവൾക്കൊന്നും തോന്നിയില്ല. എല്ലാം കൃത്യമാണ്. കുഴപ്പമൊന്നുമില്ലല്ലോ? അവൾ ഒന്ന് അടിമുടി നോക്കിക്കൊണ്ട് പറഞ്ഞു. ഉണ്ടെന്നേ, നീ ഇങ്ങ് വന്നേ. അവൻ പറഞ്ഞുകൊണ്ട് അവളെ പിടിച്ച് കണ്ണാടിക്ക് മുൻപിലേക്ക് നിർത്തി. അവൾ കണ്ണാടിയിലേക്ക് നോക്കി. ചുവന്ന പട്ടുസാരിയിൽ കയ്യിലും കഴുത്തിലും കാതിലുമൊക്കെ വലിയ സ്വർണ്ണാഭരണങ്ങളിട്ട് അത്യാവശ്യം ചമയങ്ങളൊക്കെയായി സുന്ദരിയായിട്ടുണ്ട്. എല്ലാം ഉണ്ടല്ലോ, ഇനി എന്താ? പറഞ്ഞുകൊണ്ട് തന്റെ പിറകിലായി നിൽക്കുന്നവന്റെ പ്രതിബിംബത്തിലേക്ക് നോക്കി അവൾ ചോദിച്ചു. ഇല്ലേ, ഒന്നും? അവൻ വീണ്ടും ചോദിച്ചു. അവൾ ഒന്നുകൂടി നോക്കി. സീമന്തരേഖയിൽ സിന്ദൂരം വരെ തൊട്ടിട്ടുണ്ട്. ഇനിയിപ്പോ എന്താ? അവൾ ചിന്തിച്ചു പോയി. എനിക്കൊന്നും തോന്നുന്നില്ല. ഇനി എന്തേലും ഉണ്ടൽ ഏട്ടൻ തന്നെ പറഞ്ഞു താ. അവനെ കൂർപ്പിച്ചു നോക്കിക്കൊണ്ട് അവൾ പറഞ്ഞു. പറയല്ല, റെഡിയാക്കി തരാം. അവൻ പറഞ്ഞതും അവളുടെ പുരികമൊന്ന് ചുളിഞ്ഞു. തരട്ടെ? അവൻ വീണ്ടും ചോദിച്ചതും അവൾ അറിയാതെ തന്നെ തലയാട്ടി. പെട്ടെന്നാണ് അവൻ അവളിലേക്ക് അടുത്തതും അവളുടെ അരയിലൂടെ ചുറ്റിപ്പിടിച്ച് കഴുത്തിലേക്ക് മുഖം ചേർത്തതും. പെട്ടെന്നായതുകൊണ്ട് അവളൊന്ന് പൊള്ളിപ്പിടഞ്ഞു പോയി. അതേസമയം തന്നെയാണ് അവന്റെ വിരലുകൾ സാരിക്കിടയിലൂടെ അവളുടെ നഗ്നമായ അണിവയറിൽ പതിഞ്ഞത്. ആദ്യമായിട്ടല്ല അവൻ തൊടുന്നത്. എങ്കിലും ഇപ്പോൾ അവൻ തൊട്ടപ്പോൾ അവൻ തൊട്ട ഇടമെല്ലാം പൊള്ളുന്നത് പോലെ അവൾക്ക് തോന്നി. ഒപ്പം ദേഹമാകെ ഒരു കുളിര് അരിച്ചിറങ്ങുന്നത് പോലെയും. അവളുടെ ദേഹം വിറകൊള്ളുന്നതും കവിളുകളിലേക്ക് നാണം ഇരച്ചു കയറുന്നതും അവൻ അറിഞ്ഞു. ഇനിയൊന്ന് നോക്കിയേ, ഇപ്പോ എല്ലാം ആയില്ലേ എന്ന്. അവൻ പതിയെ അവളുടെ മുഖം പിടിച്ചുയർത്തിയതും അവൾ കണ്ണാടിയിലൂടെ കണ്ടു. നാണം കൊണ്ട് ചുവന്നു തൊടുത്ത തന്റെ കവിളുകളും അത് കുസൃതിയോടെ നോക്കുന്ന അവനെയും. ഏട്ടന്റെ ഒരു കാര്യം, വാ വന്നേ, പോകാം. അവൾ അവന്റെ മുഖത്തേക്ക് നോക്കാതെ ബെഡിൽ വെച്ച കവറും എടുത്ത് മുറിക്ക് പുറത്തേക്ക് നടന്നതും
മനോഹരമായൊരു കള്ളച്ചിരിയോടെ അവനും അവൾക്ക് പിറകെ ചെന്നു. വർഷങ്ങൾക്കിപ്പുറം നീരജ് അവന്റെ നാട്ടിൽ അവന്റെ വീട്ടുകാർക്ക് അരികിൽ എത്താൻ പോകുന്നു. കല്യാണമണ്ഡപത്തിന്റെ പാർക്കിംഗ് ഏരിയയിൽ അവന്റെ കാർ വന്നു നിന്നു. വണ്ടി നിന്നതും അവനൊന്ന് അവളെ നോക്കി. അവൾ അവന്റെ കയ്യിലൊന്ന് അമർത്തിപ്പിടിച്ചുകൊണ്ട് കണ്ണൊന്ന് ചിമ്മിക്കാണിച്ചു. അത് കണ്ടതും അവന്റെ ചുണ്ടിലും ഒരു പുഞ്ചിരി വിരിഞ്ഞു. വാ ഇറങ്ങ്, അവൻ പറഞ്ഞുകൊണ്ട് കാറിൽ നിന്നിറങ്ങിയതും അവളും കാറിൽ നിന്നിറങ്ങി. വാ, അവൻ അവളുടെ കൈ പിടിച്ചുകൊണ്ട് മുൻപോട്ട് നടന്നു. അവൻ അവളുടെ കൈകൾ കോർത്തു പിടിച്ച് ആ കല്യാണ മണ്ഡപത്തിന്റെ വലിയ ഹാളിലേക്ക് നടന്നു കയറി. ചെറിയച്ഛനും ചെറിയമ്മയും മുൻപിൽ തന്നെ ഉണ്ടായിരുന്നു. നീരജിനെ കണ്ട് ചെറിയമ്മ അവന്റെ മുഖം കൈകളിൽ കോരിയെടുത്തു. അവരുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു ആ സമയം. ചെറിയച്ഛൻ സന്തോഷത്തോടെ നീരജിന്റെ കയ്യിൽ പിടിച്ചു. ചെറിയച്ഛ, ചെറിയമ്മേ, ഇത് പ്രിയ, എന്റെ ഭാര്യയാണ്. അവൻ അവളെ പരിചയപ്പെടുത്തി. നന്നായി വരും. അവരുടെ കണ്ണിൽ വല്ലാത്തൊരു അത്ഭുതം ഉണ്ടായിരുന്നെങ്കിലും അവർ നിറഞ്ഞ മനസ്സോടെ തന്നെ അവരെ അനുഗ്രഹിച്ചു. വാവ അകത്തുണ്ട്, ചെറിയമ്മ കാണിച്ചു തരാം പറഞ്ഞുകൊണ്ട് ചെറിയമ്മ അവരെയും കൂട്ടി അകത്തേക്ക് നടന്നു. അവരകത്തേക്ക് കയറിയതും അവിടെ ഉണ്ടായിരുന്ന ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും കണ്ണുകളെല്ലാം ഒരേ സമയം അവരിലേക്ക് നീണ്ടു. എല്ലാവരുടെയും മുഖത്ത് വല്ലാത്തൊരു അത്ഭുതമായിരുന്നു. ഇത് നീരജല്ലേ? ഇത്രയും കാലം ഇവൻ എവിടെയായിരുന്നു? അല്ല, ഏതാ അവന്റെ കൂടെയുള്ള ആ പെണ്ണ്? എന്തായാലും കാണാൻ കൊള്ളാം. ആളുകൾക്കിടയിൽ പലരും പരസ്പരം അടക്കം പറയാൻ തുടങ്ങി. പെട്ടെന്നാണ് കൂട്ടുകാരിൽ ഒരാൾ അവനെ കണ്ട് ഓടി അടുത്തേക്ക് വന്നത്. അതോടെ നീരജിന്റെ പഴയ സുഹൃത്തുക്കളെല്ലാം അവന് ചുറ്റും ഓടിക്കൂടി. എന്നാ ചെറിയമ്മ അവിടേക്ക് ചെന്നോ? ചെറിയമ്മയെ അവിടെ അന്വേഷിക്കും. വാവയെ ഞങ്ങൾ പോയി കണ്ടോളാം. അവനൊരു ചിരിയോടെ തന്നെ പറഞ്ഞതും ചെറിയമ്മ പ്രിയയുടെ കയ്യിൽ ഒന്നുകൂടി പിടിച്ചുകൊണ്ട് തലയാട്ടി മുൻവശത്തേക്ക് നടന്നു. എടാ നീരജെ, എവിടെയായിരുന്നടാ നീ ഇത്രയും കാലം? ഒരു വാക്കുപോലും ആരോടും പറയാതെ ഇങ്ങനെ മാറി നിൽക്കാൻ നിനക്ക് എങ്ങനെ തോന്നി? കൂട്ടുകാർ ഒരേ സമയം വലിയ പരിഭവത്തോടെ അവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ചോദിച്ചു. അവൻ വെറുതെ ഒന്ന് പുഞ്ചിരിച്ചതേയുള്ളൂ. അപ്പോഴാണ് സുഹൃത്തുക്കളുടെ എല്ലാം നോട്ടം അവന്റെ അരികിൽ നിന്നിരുന്ന ആ സുന്ദരി പെണ്ണിലേക്ക് നീണ്ടത്. നിഷ്കളങ്കമായ ചിരിയോടെ ഒരു സാധാരണ മലയാളി മങ്കയെപ്പോലെ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്നുണ്ട് പ്രിയ. അവളുടെ ഒരു കൈ അപ്പോഴും വിടാതെ പിടിച്ചിട്ടുണ്ട് നീരജ്. അവളുടെ കഴുത്തിൽ തിളങ്ങി നിന്ന ആ കുരിശുതാലിയും നെറുകിൽ ചുവന്നു തൊടുത്തു നിന്ന സിന്ദൂരവും കണ്ടപ്പോൾ തന്നെ വന്നവർക്കെല്ലാം കാര്യം കൃത്യമായി മനസ്സിലായി. നീരജ് വിവാഹിതനായിരിക്കുന്നു എന്ന സത്യം അവരിൽ വലിയൊരു അത്ഭുതമാണ് ഉണ്ടാക്കിയത്. നീരജ് പ്രിയയുടെ തോളിൽ കൈ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് മുൻപിൽ അവളെ പരിചയപ്പെടുത്തി കൊടുത്തു. ഇത് പ്രിയ, എന്റെ ഭാര്യ. പ്രിയ അവരെയെല്ലാം നോക്കി കൈകൂപ്പി മനോഹരമായി ഒന്ന് ചിരിച്ചു. അവളുടെ ആ നിഷ്കളങ്കമായ ചിരിയും സൗമ്യതയും എല്ലാവരെയും വല്ലാതെ ആകർഷിച്ചു. നന്നായി എടാ, നന്നായി. ഇങ്ങനെയാ വേണ്ടത്. ഇങ്ങനെ ജീവിച്ചു കാണിച്ചു കൊടുക്കണം എല്ലാവർക്കും മുൻപിൽ. പറയുമ്പോൾ നീരജിനെ ഓർത്ത് അവർക്കുള്ളിലും വല്ലാത്ത സന്തോഷവും സമാധാനവും തോന്നി. വർഷങ്ങൾക്ക് ശേഷം നീരജ് തിരികെ എത്തിയിരിക്കുന്നു എന്ന വാർത്ത അപ്പോഴേക്കും അവിടെയാകെ പടർന്നിരുന്നു. ആ ബഹളങ്ങൾക്കിടയിലൂടെയാണ് ആരൊക്കെയോ പറഞ്ഞറിഞ്ഞ് നീരജിന്റെ അമ്മയും അച്ഛനും ഓടിയെന്നോണം അങ്ങോട്ടേക്ക് വന്നത്. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം സ്വന്തം മകനെ മുന്നിൽ കണ്ടതും ആ മാതാപിതാക്കളുടെ കണ്ണുകൾ നിറഞ്ഞു കവിഞ്ഞു. അമ്മ ഓടി വന്ന് അവനെ കെട്ടിപ്പിടിച്ചു. വലിയൊരു പരിഭവം അവരുടെ കണ്ണുകളിൽ ഉണ്ടായിരുന്നു. അവരെന്തൊക്കെയോ പരിഭവം പറഞ്ഞു കരഞ്ഞു. എന്നാൽ നീരജ് അവരോട് വലിയ സങ്കടമോ ദേഷ്യമോ കാണിക്കാതെ ഒരു ശാന്തതയോടെ അവരെ നോക്കി ഒന്ന് പുഞ്ചിരിക്കുക മാത്രം ചെയ്തു. അമ്മേ, അച്ഛാ, ഇത് പ്രിയ, എന്റെ ഭാര്യ. അവൻ പ്രിയയെ അമ്മയ്ക്കും അച്ഛനും പരിചയപ്പെടുത്തി കൊടുത്തു. അമ്മ പതിയെ പ്രിയയുടെ കൈകളിൽ പിടിച്ചു. പ്രിയ അവരെ നോക്കി വെറുതെ ഒന്ന് ചിരിച്ചു നിന്നതേയുള്ളൂ. അവളുടെ ആ നിഷ്കളങ്കമായ മുഖം ആദ്യ നോട്ടത്തിൽ തന്നെ അമ്മയ്ക്ക് വല്ലാതെ ഇഷ്ടമായി. ഇവനെ നോക്കിക്കോണേ മോളെ, എന്റെ മോൻ ഒത്തിരി വേദനിച്ചതാ. ഇനി മോള് വേണം അവന്റെ കൂടെ നിൽക്കാൻ. കൂടെ നിൽക്കേണ്ട സമയത്തൊന്നും ഞങ്ങൾക്ക് അതിന് പറ്റിയതുമില്ല പറഞ്ഞുകൊണ്ട് അമ്മ വീണ്ടും കരഞ്ഞു. പഴയ കാര്യങ്ങളിലേക്കൊരു എത്തിനോട്ടം അവൻ ഇനി ആഗ്രഹിക്കുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവൻ എങ്ങോ നോക്കി നിന്നു. പ്രിയ അവന്റെ മുഖത്തേക്കൊന്ന് നോക്കി. അവനിത് കേൾക്കാൻ താല്പര്യമില്ലെന്ന് അവൾക്ക് തോന്നി. ഇനി അതൊന്നും പറയണ്ട അമ്മേ, അതൊക്കെ കഴിഞ്ഞില്ലേ.
അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി അമ്മയോട് പറഞ്ഞു. വളരെ നേർത്തൊരു ശബ്ദം. അമ്മ അവളെയും അവനെയും നോക്കിയൊന്ന് ചിരിച്ചെന്ന് വരുത്തി. അതാണ് നല്ലതെന്ന് അവർക്കും തോന്നിയിരുന്നു. നന്നായി വരും. അച്ഛൻ അവളുടെ തലയിൽ കൈവച്ച് പറഞ്ഞതും അവൾ അച്ഛന്റെയും അമ്മയുടെയും കാല് തൊട്ട് അനുഗ്രഹം വാങ്ങി. ഒപ്പം അവനും. രണ്ടുപേരെയും ആ അച്ഛനും അമ്മയും മനസ്സ് നിറഞ്ഞ് അനുഗ്രഹിച്ചു. അവർ വീട്ടിലേക്ക് വരണമെന്ന് നിർബന്ധം പിടിച്ചെങ്കിലും പ്രിയ ഒന്നും പറയാതെ നീരജിന്റെ കൈകളിൽ മുറുക്കി പിടിച്ചു നിന്നു. നോക്കട്ടെ, എപ്പോഴെങ്കിലും വരാം. നീരജ് അർത്തു പറയാതെ ഒഴിഞ്ഞുമാറി. അമ്മ അവരെയും കൂട്ടി നേരെ പോയത് ഹാളിലെ മേക്കപ്പ് റൂമിൽ ഇരിക്കുന്ന കല്യാണപ്പെണ്ണിന്റെ അടുത്തേക്കാണ്. അവിടേക്ക് പോകുമ്പോഴും നീരജിന്റെ കണ്ണുകൾ ആരെയോ തിരഞ്ഞുകൊണ്ടിരുന്നു. പ്രിയയും കണ്ടിരുന്നു അത്. അവന്റെ കണ്ണും മനസ്സും ആരെയാണ് അന്വേഷിക്കുന്നത് എന്നറിയാവുന്നതുകൊണ്ട് തന്നെ അവളിൽ നിന്നൊരു നെടുവീർപ്പ് അടർന്നു വീണു. അകത്തേക്ക് കയറി വരുന്ന ഏട്ടനെ കണ്ടതും അവളുടെ കണ്ണുകൾ വിടർന്നു. വല്ലാത്തൊരു സന്തോഷത്തോടെ അവൾ ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റു. ഏട്ടാ! അവൾ ഓടി വന്ന് നീരജിനെ കെട്ടിപ്പിടിച്ചു. അവളുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞിരുന്നു. നീരജ് അവളെ ചേർത്ത് പിടിച്ച് നെറുകയിൽ മുത്തി. എന്നിട്ട് പ്രിയയെ അവൾക്ക് നേരെ കാണിച്ച് പരിചയപ്പെടുത്തി. വാവേ, ഇത് നിന്റെ ഏട്ടത്തിയാണ് പ്രിയ. ഏട്ടത്തി! അവൻ പറഞ്ഞതു കേട്ട് വല്ലാത്തൊരു സ്നേഹത്തോടെയും ആദരവോടെയും വിളിച്ച് അവൾ പ്രിയയെയും കെട്ടിപ്പിടിച്ചു. ആദ്യമായി ഒരാൾ തന്നെ അത്രയും സ്നേഹത്തോടെ ഏട്ടത്തി എന്ന് വിളിച്ചപ്പോൾ പ്രിയയുടെ ഉള്ളം ഒന്ന് പിടഞ്ഞു. അവളുടെ മനസ്സിൽ വല്ലാത്തൊരു സന്തോഷം നിറഞ്ഞു തുളുമ്പി. പ്രിയ പതിയെ തന്റെ കയ്യിലുണ്ടായിരുന്ന ആ ചെറിയ കവർ കല്യാണപ്പെണ്ണിന്റെ കൈകളിലേക്ക് കൊടുത്തു. ഇതെന്താ ഏട്ടത്തി? ചോദിച്ചുകൊണ്ട് അവൾ ആ കവർ പതിയെ തുറന്നു നോക്കി. അതിനുള്ളിൽ മനോഹരമായൊരു വലിയ ജ്വല്ലറി ബോക്സ് ഉണ്ടായിരുന്നു. അവൾ അത് തുറന്നതും അതിനകത്തുണ്ടായിരുന്ന ആ സ്വർണവള കണ്ട് അവൾ ആകെ അത്ഭുതപ്പെട്ടുപോയി. 5 പവൻ വരുന്ന നല്ല തിളക്കമുള്ള വലിയൊരു സ്വർണവളയായിരുന്നു അത്. അയ്യോ, ഇതൊന്നും വേണ്ടായിരുന്നു ഏട്ടാ. എനിക്ക് ഈ സ്വർണമൊന്നും വേണ്ട. ഏട്ടനെ ഒന്ന് കണ്ടാൽ മതിയായിരുന്നു. എന്നെ എടുത്തുകൊണ്ട് നടന്ന എന്റെ ഏട്ടനല്ലേ, ആ ഏട്ടന്റെ അനുഗ്രഹം വേണമായിരുന്നു. ഞാൻ വിളിച്ചപ്പോ എന്റെ ഏട്ടൻ എന്റെ കല്യാണത്തിന് വന്നല്ലോ, അതുമാത്രം മതി എനിക്ക്. അവൾ വള കയ്യിൽ പിടിച്ച് നിറഞ്ഞ കണ്ണുകളോടെ വീണ്ടും നീരജിനെ കെട്ടിപ്പിടിച്ചു പറഞ്ഞു. അത് പറഞ്ഞാൽ പറ്റില്ലല്ലോ. എന്റെ വാവയ്ക്ക് ഏട്ടൻ തരേണ്ടതല്ലേ ഇത്? പിന്നെ ഇത് എന്റെ വകയല്ല. നിന്റെ ഏട്ടത്തി നിനക്ക് വേണ്ടി പ്രത്യേകം തിരഞ്ഞെടുത്തതാ. വെറുതെ കരഞ്ഞാൽ മേക്കപ്പ് പോവുട്ടോ, നീരജ് സ്നേഹത്തോടെ പറഞ്ഞു. പിന്നെ ആ വള അവളുടെ കയ്യിൽ നിന്നും വാങ്ങി അത് അവളുടെ കയ്യിൽ ഇട്ടുകൊടുത്തു. ആ വള അവളുടെ കയ്യിൽ വല്ലാതെ തിളങ്ങി നിന്നു. അത് കണ്ട് പ്രിയയുടെയും നീരജിന്റെയും ചുണ്ടിൽ മനോഹരമായൊരു പുഞ്ചിരി വിരിഞ്ഞു. അവൾ രണ്ടുപേരുടെയും കാല് തൊട്ട് അനുഗ്രഹം വാങ്ങുമ്പോൾ നീരജും പ്രിയയും അവളെ നിറഞ്ഞ മനസ്സോടെ തന്നെ അനുഗ്രഹിച്ചു. റൂമിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ അനിയനും മൃദുലയും നിൽക്കുന്നത് നീരജ് കണ്ടു. അവൻ ആരോടും മിണ്ടാൻ പോയില്ല. അവരെ ആരെയും കാണാത്ത ഭാവം നടിച്ച് അവൻ പ്രിയയുടെ കൈകൾ ചേർത്തു പിടിച്ച് മുൻപോട്ട് നടന്നു. പക്ഷേ അപ്പോഴും തന്റെ നെഞ്ചിന്റെ ചൂടേറ്റ് സ്വന്തം ചോരയാണെന്ന് കരുതി 1 വർഷത്തിലേറെ നെഞ്ചോട് ചേർത്ത് ഉറക്കിയ ആ പൊടിക്കുഞ്ഞിന്റെ മുഖം അവന്റെ മനസ്സിലേക്ക് ഓടിയെത്തി. അതവനെ വല്ലാതെ വേദനിപ്പിച്ചു. അവളും അവനും ചെയ്ത തെറ്റിന് ആ പാവം കുഞ്ഞ് എന്ത് പിഴച്ചു? ആ ചിന്ത അവന്റെ ഉള്ളം പൊള്ളിച്ചതും ആ മണ്ഡപത്തിലെ വലിയ ജനക്കൂട്ടത്തിനിടയിലൂടെ ആ കുഞ്ഞിനായി അവന്റെ കണ്ണുകൾ വീണ്ടും പരതി നടന്നു. അവൻ ചുറ്റും നോക്കുന്നത് കണ്ട് പ്രിയ തന്റെ കയ്യിൽ പിടിച്ച അവന്റെ കയ്യിൽ മറുകൈ കൊണ്ട് പിടിച്ചു. അവൾക്ക് അവന്റെ മനസ്സിൽ ഇപ്പോൾ എന്താണെന്ന് കൃത്യമായി മനസ്സിലായിരുന്നു. അവൾ അവനെ നോക്കി കണ്ണുകൾ കൊണ്ട് ആശ്വസിപ്പിച്ചു. കുറച്ചു കഴിഞ്ഞതും ആൾക്കൂട്ടത്തിന് നടുവിൽ അനിയന്റെ മടിയിൽ ഇരിക്കുന്ന ആ കുഞ്ഞിനെ അവൻ കണ്ടു. അനിയൻ തന്നെ കണ്ടിട്ടും കാണാത്തതുപോലെ ഇരിക്കുകയാണ്. അല്ലെങ്കിലും അവളും അവനും എങ്ങനെ തന്റെ മുഖത്ത് നോക്കും? അതുപോലെയുള്ള പണിയല്ലേ തന്നോട് ചെയ്തത്? ഇത്ര വർഷം തന്നെ സ്നേഹിച്ചവൾ കുറഞ്ഞ മാസം കൊണ്ട് തന്റെ അനിയനിലേക്ക് ചാഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊരാളെ കാണുമ്പോൾ ഇനിയും അവൾ ആ ആളിലേക്ക് ചായും. അങ്ങനെയൊന്ന് ഉണ്ടാകാതിരിക്കട്ടെ, തന്റെ കുഞ്ഞിനു വേണ്ടി. അവൻ കുഞ്ഞിനെയൊന്ന് നോക്കി. ഇപ്പോ ഒരൽപ്പം വലുതായിരിക്കുന്നു. എങ്കിലും അവനിപ്പോഴും അതവന്റെ ചൂടേറ്റ് കിടന്ന ആ പൊടിക്കുഞ്ഞു തന്നെയായിരുന്നു. ചുറ്റും നോക്കിക്കൊണ്ടിരുന്ന ആ കുഞ്ഞിന്റെ കണ്ണുകൾ പെട്ടെന്നാണ് നീരജിന്റെ നേരെ നീണ്ടത്. നീരജിനെ കണ്ടതും ആ കുഞ്ഞ് തിരിച്ചറിഞ്ഞതുപോലെ അവനെ നോക്കി ചിരിച്ചു.
അവളുടെ ആ കുഞ്ഞി കണ്ണുകൾ ഒന്ന് വിടർന്നുവോ? അത് കണ്ടതും നീരജിന്റെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞു തുളുമ്പി. നെഞ്ചിൽ വല്ലാത്തൊരു നോവ്. തന്നെ ഇപ്പോഴും തന്റെ കുഞ്ഞിന് ഓർമ്മയുണ്ടോ എന്നത് അവനെ തളർത്തി. അങ്ങോട്ടേക്ക് ഓടിച്ചെന്ന് ആ കുഞ്ഞിനെ വാരിയെടുക്കാൻ അവന്റെ ഉള്ളം തുടിച്ചെങ്കിലും അവൻ പ്രിയയുടെ കൈകളിലേക്ക് നോക്കി തന്റെ മനസ്സിനെ കടുപ്പിച്ചു. ഇനി അങ്ങോട്ടൊരു മടക്കമില്ല. ആ കുഞ്ഞിനോടുള്ള സ്നേഹം ഒരു നോവായി ഉള്ളിൽ കിടക്കുമെങ്കിലും മൃദുലയുടെയും അനിയന്റെയും ആ വഞ്ചനയുടെ ലോകത്തേക്ക് ഇനി ഒരു നിമിഷം പോലും തന്റെ മനസ്സ് പോകാൻ അവൻ അനുവദിക്കില്ലായിരുന്നു. അവൻ ആ കുഞ്ഞിനെ നോക്കി ഒന്ന് ചിരിച്ചു. പിന്നെ നിറഞ്ഞ കണ്ണുകളോടെ മനസ്സിൽ മാത്രം അനുഗ്രഹിച്ചുകൊണ്ട് ഒരു ദീർഘശ്വാസമെടുത്ത് തന്റെ നോട്ടം മണ്ഡപത്തിലേക്ക് മാറ്റി. ഇപ്പോഴും പലരുടെയും നോട്ടം നീരജിലും പ്രിയയിലും ആയിരുന്നു. അവർ വന്ന കാറും പ്രിയയുടെ ദേഹത്ത് കിടക്കുന്ന ആഭരണങ്ങളും കണ്ടാൽ മാത്രം മതി അവരിപ്പോൾ എത്ര ഉയരത്തിലാണെന്ന് മനസ്സിലാക്കാൻ. പോരാത്തതിന് 5 പവന്റെ വളയാണ് അവൻ കല്യാണപ്പെണ്ണിന് കൊടുത്തതെന്നുള്ളതും എല്ലാവരിലും വല്ലാത്തൊരു അത്ഭുതവും അസൂയയും സൃഷ്ടിച്ചിരുന്നു. ബന്ധുക്കൾ ആരൊക്കെയോ അവന്റെയും പ്രിയയുടെയും അരികിൽ വന്ന് എന്തൊക്കെയോ ചോദിച്ചു. ചിലര് കണ്ടതിൽ സന്തോഷം പ്രകടിപ്പിച്ചു, ചിലര് കള്ളക്കണ്ണീരൊഴുക്കി. അവൻ പ്രത്യേകിച്ച് ഇഷ്ടവും കാണിച്ചില്ല, ഇഷ്ടക്കേടും കാണിച്ചില്ല. പ്രിയയെ തനിച്ചു കിട്ടിയാൽ ചോദിക്കാൻ പല ചോദ്യങ്ങളും അവരുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു. അവരതിനായി കുറെ ശ്രമിക്കുകയും ചെയ്തു. പക്ഷെ അവൻ ഒരു നിമിഷം പോലും അവന്റെ കയ്യിൽ നിന്നും പ്രിയയുടെ കൈകളെ വിടുവിച്ചില്ല. എപ്പോഴും അവളെ കൂടെ തന്നെ നിർത്തി. കല്യാണ ചടങ്ങുകൾക്ക് ശേഷം അവനും അവളും ഒരുമിച്ചിരുന്ന് സംസാരിച്ച് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ദൂരെ ഒരരികിൽ നിന്ന് തങ്ങളെ തന്നെ നോക്കി നിൽക്കുന്ന മൃദുലയെ നീരജ് കണ്ടത്. അവളുടെ കണ്ണുകളിൽ വല്ലാത്തൊരു അസൂയയും കുശുമ്പും നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. താൻ ചതിച്ചെറിഞ്ഞവൻ തന്നേക്കാൾ മനോഹരമായി ജീവിക്കുന്നത് അവൾക്ക് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. അവളെ കണ്ടതും നീരജിന്റെ ഉള്ളിൽ പെട്ടെന്നൊരു കുസൃതി തോന്നി. അവൻ വെറുതെ ഒന്ന് നെറുകിൽ കയറിയതുപോലെ കൃത്രിമമായി ചുമച്ചു. ഒരു കുഞ്ഞിനെ പോലെ അവനെ നോക്കുന്ന പ്രിയ അത് കാര്യമാണെന്ന് കരുതി ആകെ വല്ലാതെയായി. അവൾ പെട്ടെന്ന് തന്നെ അവന്റെ നെറുകിൽ പതുക്കെ തട്ടിക്കൊടുക്കാനും വേഗം ഗ്ലാസ്സിൽ നിന്നും വെള്ളമെടുത്ത് അവനെ കുടിപ്പിക്കാനുമൊക്കെ തുടങ്ങി. അവളുടെ ആ അമിതമായ കരുതലും സ്നേഹവും ദൂരെ നിന്ന് നോക്കിക്കണ്ട മൃദുലയുടെ മുഖം ദേഷ്യം കൊണ്ട് ആകെ വീർത്തു വന്നു. അത് കാണാൻ വേണ്ടി മാത്രമായിരുന്നു നീരജ് ആ നാടകം കളിച്ചത്. മൃദുലയുടെ ആ മുഖഭാവം കണ്ടതും അവന് വല്ലാത്തൊരു തൃപ്തി തോന്നി. അവിടെ കൊണ്ടും വിട്ടുകൊടുക്കാൻ അവന് ഭാവമില്ലായിരുന്നു. വെള്ളം കുടിച്ചു കഴിഞ്ഞ് അവൻ പ്രിയയുടെ കണ്ണുകളിലേക്ക് തന്നെ വല്ലാത്തൊരു പ്രണയത്തോടെ നോക്കി. എപ്പോഴത്തെയും പോലെ അവളുടെ പ്രാണനായവന്റെ ആ തീക്ഷ്ണമായ നോട്ടത്തിൽ പ്രിയ വീണ്ടും വീണുപോയി. ചുറ്റും കല്യാണത്തിന് വന്ന ആളുകൾ ഉണ്ടെന്ന കാര്യം പോലും അവൾ മറന്നുപോയി. അല്പം നേരം കഴിഞ്ഞാണ് പ്രിയയ്ക്ക് സ്ഥലകാലബോധം തിരികെ വന്നത്. അപ്പോഴേക്കും ചുറ്റും ആളുകളുണ്ടെന്ന ചിന്തയിൽ അവളുടെ കവിളുകൾ നാണം കൊണ്ട് ചുവന്നു തുടുത്തു. അവൾ അവന്റെ കയ്യിൽ നാണത്തോടെ ഒന്ന് നുള്ളി. അവളുടെ നാണവും കുറുമ്പും കണ്ട് അവന്റെ ചുണ്ടിലും പ്രണയത്താൽ നിറഞ്ഞൊരു പുഞ്ചിരി നിറഞ്ഞു നിന്നിരുന്നു. അവരുടെ ആ പ്രണയവും കൊഞ്ചലുമെല്ലാം സഹിക്കാൻ കഴിയാതെ നോക്കി നിന്ന മൃദുല ദേഷ്യത്തോടെ അവിടെ നിന്നും തിരിഞ്ഞു നടന്നു. അവൾ തിരിഞ്ഞു പോകുന്നത് കണ്ടപ്പോൾ നീരജിന്റെ ഉള്ളിൽ അവളോടുള്ള പഴയ ദേഷ്യം ഒന്നുകൂടി കൂടി വന്നു. പക്ഷേ തൊട്ടരികിൽ ഇരിക്കുന്ന തന്റെ പ്രിയയുടെ സാന്നിധ്യം മാത്രം മതിയായിരുന്നു അവന്റെ ഉള്ളിലെ ഏത് വലിയ ദേഷ്യത്തെയും ഒരൊറ്റ നിമിഷം കൊണ്ട് തണുപ്പിക്കാൻ. അവൾ നൽകുന്ന ആ സുരക്ഷിതത്വം അവന് മറ്റെങ്ങും കിട്ടാത്തതായിരുന്നു. അവർ വീണ്ടും പഴയതുപോലെ എന്തൊക്കെയോ കുറുമ്പുകളും വർത്തമാനങ്ങളും പറഞ്ഞ് പരസ്പരം കൊഞ്ചി കളിച്ചുകൊണ്ടാണ് ബാക്കി ഭക്ഷണം കഴിച്ചു തീർത്തത്. വർഷങ്ങൾക്ക് ശേഷം നീരജ് മനസ്സറിഞ്ഞ് സന്തോഷിക്കുകയായിരുന്നു അവന്റെ പ്രിയയോടൊപ്പം. ഭക്ഷണം കഴിഞ്ഞു മണ്ഡപത്തിൽ നിന്നും ഇറങ്ങാൻ നേരം നീരജിന്റെ കണ്ണുകൾ വീണ്ടും അവന്റെ ആ കുഞ്ഞിനെ തന്നെ തിരഞ്ഞു. മനസ്സിൽ എത്രയൊക്കെ അവരോടുള്ള ദേഷ്യം അണക്കെട്ടി നിർത്താൻ ശ്രമിച്ചാലും ആ കുഞ്ഞിനോടുള്ള വാത്സല്യം അവന്റെ ഉള്ളിൽ വിങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്നാണ് തന്റെ അമ്മയുടെ കൂടെ നിൽക്കുന്ന കുഞ്ഞിനെ അവൻ കണ്ടത്. എന്തോ മറ്റെങ്ങോട്ടും നോക്കാതെ അവനെ തന്നെ കൺചിമ്മാതെ നോക്കി നിൽക്കുകയായിരുന്നു ആ കുഞ്ഞ്. അതു കണ്ടില്ലെന്ന് നടിക്കാൻ അവന് കഴിഞ്ഞില്ല. എല്ലാ വാശികളും ദേഷ്യവും മാറ്റിവെച്ച് അവൻ പതിയെ കുഞ്ഞിന് അരികിലേക്ക് നടന്നു ചെന്നു. പ്രിയയും അവന് തൊട്ടു പിറകിലുണ്ടായിരുന്നു. അവൻ അരികിലെത്തിയതും കുഞ്ഞ് അവനെ തന്നെ നോക്കി മനോഹരമായൊരു ചിരി ചിരിച്ചു. 2 വയസ്സിന് മുൻപാണ് താൻ അവസാനമായി കണ്ടത്. ഇപ്പോൾ കൃത്യം 4.5 വയസ്സായിട്ടുണ്ടാകും അവന് തോന്നി.
ആ ചിരി കണ്ടപ്പോൾ നീരജിന്റെ ഉള്ളിൽ വല്ലാത്തൊരു വാത്സല്യം ഇരച്ചു കയറി. അവൻ പതിയെ കൈകൾ നീട്ടി ആ കുഞ്ഞിനെ അങ്ങോട്ട് വാരിയെടുത്തു. നെഞ്ചോട് ചേർത്തു വെച്ച് അവളുടെ പിഞ്ചു കവിളിൽ ഒരുപാട് സ്നേഹത്തോടെ അവൻ അമർത്തി ചുംബിച്ചു. ആ സമയം നീരജിന്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പിയിരുന്നു. ഒന്നും പറഞ്ഞില്ലെങ്കിലും കുഞ്ഞും അവന്റെ തോളിലൂടെ കൈചുറ്റി അവന്റെ നെഞ്ചോട് ചേർന്നു കിടന്നിരുന്നു. തന്റെ ആരോ ആണ് വന്നിരിക്കുന്നതെന്ന് ആ കുഞ്ഞിന്റെ ഉള്ളം പറഞ്ഞു. വർഷങ്ങൾക്കിപ്പുറം തന്റെ കുഞ്ഞ് തന്റെ നെഞ്ചോട് ചേർന്ന് കിടക്കുന്നു. സത്യം പറഞ്ഞാൽ അവന് വിശ്വസിക്കാൻ പോലും ആകുന്നുണ്ടായിരുന്നില്ല. അവൻ കുഞ്ഞിനെ എടുക്കുന്നത് കണ്ട് പ്രിയയുടെ മനസ്സും അലിഞ്ഞു. അവളും കുഞ്ഞിനരികിലേക്ക് വന്ന് ആ കുഞ്ഞു കൈകളിൽ പിടിച്ച് ഒരുമ്മ നൽകി. പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ നീരജ് കുഞ്ഞിനെ അമ്മയുടെ കൈകളിലേക്ക് തിരികെ നൽകി. എന്നിട്ട് തന്റെ പോക്കറ്റിൽ നിന്നും കുറച്ച് പൈസ എടുത്ത് അമ്മയുടെ കൈപ്പത്തിക്കുള്ളിലേക്ക് വെച്ചുകൊടുത്തു. ഞാൻ കുഞ്ഞിനൊന്നും വാങ്ങിയില്ല അമ്മേ, മോൾക്ക് എന്തേലും വാങ്ങിക്കൊടുക്കണം, അവൻ അമ്മയോട് പറഞ്ഞുകൊണ്ട് മോൾക്ക് നേരെ തിരിഞ്ഞു. അച്ചമ്മ ടോയ്സ് വാങ്ങിത്തരും. അങ്കിൾ ഒന്നും വാങ്ങിയില്ല, അങ്കിൾ മറന്നുപോയി. തന്നെ അങ്കിൾ എന്ന് ആ കുഞ്ഞിനോട് സ്വന്തം നാവുകൊണ്ട് പറയുമ്പോൾ നീരജിന്റെ നെഞ്ചിനകത്ത് വല്ലാത്തൊരു ഭാരവും കഠിനമായ നോവും നിറഞ്ഞു നിന്നിരുന്നു. തന്നെ ആദ്യമായി അച്ഛയെന്ന് വിളിച്ചത് തന്റെ ഈ കുഞ്ഞാണ്. അവൾ ആദ്യമായി അച്ഛയെന്ന് വിളിച്ചത് തന്നെയും. അവന്റെ നെഞ്ച് വല്ലാതെ വേദനിച്ചു. ഒരിക്കൽ അച്ഛനാണെന്ന് പറഞ്ഞിടത്തു നിന്നും ഇന്ന് അങ്കിൾ എന്ന് മാറ്റി പറയുമ്പോൾ അവനുണ്ടാകുന്ന വേദന എത്രമാത്രം ഉണ്ടാകുമെന്ന് പ്രിയയ്ക്ക് കൃത്യമായി മനസ്സിലാകുന്നുണ്ടായിരുന്നു. അവൾക്കും വല്ലാതെ വേദനിച്ചു. പിന്നീട് അവിടെ ഒരു നിമിഷം പോലും നിൽക്കാൻ അവൻ ആഗ്രഹിച്ചില്ല. അമ്മയുടെ കണ്ണുകൾ വീണ്ടും നിറയുന്നത് കണ്ടെങ്കിലും നീരജ് ഒന്നും നോക്കാതെ കുഞ്ഞിനെ ഒന്നുകൂടി അമർത്തി ചുംബിച്ച് പ്രിയയുടെ കൈയും പിടിച്ച് പാർക്കിങ്ങിലുള്ള തന്റെ കാറിനടുത്തേക്ക് നടന്നു. പ്രിയ തിരിഞ്ഞു നോക്കി കുഞ്ഞിന് ടാറ്റ കൊടുത്തു. ഒപ്പം അമ്മയെ നോക്കി പോവുകയാണെന്ന് കണ്ണുകൊണ്ട് കാണിക്കുകയും ചെയ്തു. അവരവളെ നോക്കി നിറഞ്ഞ കണ്ണുകളോടെ തലയാട്ടുമ്പോൾ ഇനിയെങ്കിലും തന്റെ കുഞ്ഞിന് സന്തോഷവും സമാധാനവും കിട്ടണേ എന്ന പ്രാർത്ഥനയായിരുന്നു ആ അമ്മയുടെ മനസ്സിൽ അപ്പോൾ. ആ കല്യാണ മണ്ഡപത്തിന്റെ മുറ്റം വിട്ട് അവന്റെ ഇന്നോവ കാർ നഗരത്തിന്റെ തിരക്കുകളിലേക്ക് പായുമ്പോൾ നീരജിന്റെ മുഖത്ത് വല്ലാത്തൊരു സമാധാനം ഉണ്ടായിരുന്നു. കഴിഞ്ഞ കാലത്തെ എല്ലാ നോവുകളോടും ചതികളോടും അവൻ പൂർണ്ണമായി വിട പറഞ്ഞിരുന്നു ആ സമയം. അപ്പോഴും ആ കുഞ്ഞ് അവന്റെ ഉള്ളിൽ വല്ലാത്തൊരു നോവായി തന്നെ കിടന്നു. അവൻ സീറ്റിലേക്ക് അല്പം ചാരിയിരുന്നു. മനസ്സിലെ വലിയൊരു ഭാരം ഒഴിഞ്ഞു പോയതുപോലെ അവന് തോന്നി. വണ്ടി പതിയെ മുൻപോട്ട് നീങ്ങുന്നതിനിടയിൽ പ്രിയ അവനിലേക്ക് ഒരൽപ്പം ചേർന്നിരുന്ന് വളരെ പതുക്കെ ഒരു ചമ്മലോടെ പറഞ്ഞു, ഏട്ടാ, എനിക്കും വേണമായിരുന്നു. എന്ത്? നീരജ് മനസ്സിലാകാതെ വണ്ടി ഓടിക്കുന്നതിനിടയിൽ അവളെ ഒന്ന് തിരിഞ്ഞു നോക്കി ചോദിച്ചു. പ്രിയ അവന്റെ കൈയിലൂടെ ചുറ്റിപ്പിടിച്ച് അവന്റെ തോളിലേക്ക് ചാഞ്ഞു കിടന്നു. പിന്നെ പതിയെ പറഞ്ഞു, അത് ഒരു കുഞ്ഞുവാവ. അതു കേട്ടതും നീരജിന്റെ കണ്ണുകൾ ഒന്ന് വിടർന്നു. അവളുടെ വാക്കുകൾ അവന്റെ ഉള്ളിൽ വലിയൊരു സന്തോഷത്തിന്റെ അലയൊലികളാണ് ഉണ്ടാക്കിയത്. പഴയ നോവുകളെല്ലാം ആ ഒരൊറ്റ നിമിഷം കൊണ്ട് അവന്റെ മനസ്സിൽ നിന്നും മാഞ്ഞു പോകുന്നത് പോലെ. അവൻ വണ്ടി ബ്രേക്കിട്ട് നിർത്തി. അവൻ ആവേശത്തോടെ, അതിലുപരി അതിശയത്തോടെ അവളെ നോക്കി. ശരിക്കും? അവൻ കണ്ണുകൾ വിടർത്തി ചോദിച്ചതും പ്രിയ തികഞ്ഞ പ്രണയത്തോടെ അവനെ നോക്കി അതേ എന്ന് കണ്ണുകൾ കൊണ്ട് കാണിച്ചു. അവളുടെ കവിളുകൾ അപ്പോഴേക്കും വീണ്ടും ചുവന്നിരുന്നു. അവളുടെ ആ നാണം കണ്ടതും നീരജിന്റെ ചുണ്ടിൽ ഒരു കള്ളച്ചിരി വിരിഞ്ഞു. എന്നാൽ പിന്നെ വൈകിക്കേണ്ട, ഇനി വീട്ടിലെത്തിയിട്ട് തന്നെ ബാക്കി കാര്യം. ഒരു കുറുമ്പോടെ അതും പറഞ്ഞുകൊണ്ട് അവൻ നേരെ വണ്ടിയുടെ ഗിയർ മാറ്റി സ്പീഡ് കൂട്ടി. അവരുടെ ആ സ്വർഗത്തിലേക്ക് അവരുടെ ഇന്നോവ കാർ കുതിച്ചു പാഞ്ഞു. അനാഥത്വത്തിന്റെ കൈപ്പുനീർ കുടിച്ച പ്രിയയ്ക്ക് അവനും, ചതിക്കപ്പെട്ട് ഒറ്റപ്പെട്ടു പോയ നീരജിന് അവളും. ഇനി അവരുടേതെന്ന് പറയാൻ അവരുടെ ചോരയിൽ പിറന്നൊരു കുഞ്ഞും. ആ കുഞ്ഞിലേക്കുള്ള യാത്രയിലായിരുന്നു അവർ. അപ്പോഴും തന്റെ ആദ്യ കുഞ്ഞായി ഒരു പൊടിക്കുഞ്ഞ് അവന്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു.